നമസ്കാരം. പ്രഭാത കേരളത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. തുടക്കത്തിൽ തന്നെ ഒരുപാട് വാർത്തകളും വിശേഷങ്ങളും ഒക്കെയുള്ളൊരു ദിവസമാണ്. എന്നാൽ പോലും തുടക്കത്തിൽ പറയാൻ ആഗ്രഹിക്കാത്തൊരു വാർത്തയിലേക്ക് തന്നെയാണ് ആദ്യം കടക്കുന്നത്. ഇന്നലെ നമ്മളേറെ വേദനിപ്പിക്കുന്നൊരു വാർത്ത അങ്ങ് കോഴിക്കോട് നിന്ന് കേട്ടു. അത് മറ്റൊന്നുമല്ല, ഒരു വികലാംഗനായ ഭിന്നശേഷിക്കാരൻ ആത്മഹത്യ ചെയ്തു എന്നുള്ളൊരു വാർത്തയായിരുന്നു. അത് എന്തിനെന്ന് ചോദിച്ചാൽ പെൻഷൻ കിട്ടാത്തത് കൊണ്ട്, 5 മാസത്തെ പെൻഷൻ കിട്ടാത്തത് കൊണ്ടാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത്, അല്ലെങ്കിൽ ഒരു കയറിൽ തൻ്റെ ജീവിതം അവസാനിപ്പിച്ചത് എന്നുള്ളൊരു വിവരം നമ്മൾ ഇന്നലെ കോഴിക്കോട് നിന്ന് കേട്ടത് ഏറെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ മകളും ഭിന്നശേഷിക്കാരിയാണ്. അവർക്കും 5 മാസമായി പെൻഷൻ കിട്ടിയിട്ട് മരുന്നിന് പോലും കാശ് ഉണ്ടായിരുന്നില്ല അച്ഛൻ്റെ കയ്യിലെന്നാണ് അദ്ദേഹത്തിൻ്റെ മറ്റൊരു മകൾ ഇന്നലെ പ്രതികരിച്ചത്. ഇതൊക്കെ ഏറെ നെഞ്ചുലയ്ക്കുന്ന വാർത്തകളാണ്. മറിയക്കുട്ടി എന്നൊരു അമ്മയെ നമ്മൾ ഇതിനു മുൻപ് പരിചയപ്പെട്ടിരുന്നു. പെൻഷൻ കിട്ടാത്തത് കൊണ്ട് പിച്ചച്ചട്ടി എടുത്ത് തെരുവിലേക്ക് ഇറങ്ങിയ ഒരു അമ്മ. ആ അമ്മയുടെ ഒരു നിശ്ചയദാർഢ്യം ഒരു പക്ഷേ ഈ അച്ഛൻ ഉണ്ടായിരിക്കില്ല. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ അദ്ദേഹം ഒരു മുഴം കയറിൽ തൻ്റെ ജീവൻ അവസാനിപ്പിച്ചത്. ആ വാർത്ത നമുക്ക് ഇന്നും വിശദമായി പരിശോധിക്കേണ്ടത്. അങ്ങനെ തുടങ്ങി ഒരുപാട് വാർത്തകളുണ്ട്. ഈ വാർത്തകളിലേക്കൊക്കെ നമുക്ക് നേരെ കടക്കാം. പ്രധാന തലക്കെട്ടുകൾ നോക്കിയ ശേഷം വിശദമായ വാർത്തകൾ നോക്കാം. CMRL എക്സാലോജിക് ഇടപാട് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ഹർജിയിൽ കേന്ദ്ര കമ്പനി അഫയേഴ്സ് മന്ത്രാലയം അന്വേഷണം നടത്തുന്നതിനായി കേന്ദ്ര സർക്കാർ കോടതിയെ അറിയിച്ചിരുന്നു. കൊച്ചിയിൽ നിന്നും ഡാനി പോൾ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരും. ഡാനി, വെരി ഗുഡ് മോർണിംഗ്. ഇന്നെന്തായാലും പ്രധാനപ്പെട്ടൊരു ദിവസമാണ്. ഈ ഹർജി ഹൈക്കോടതി പരിഗണിക്കുകയാണ്. എപ്പോഴത്തേക്കായിരിക്കും ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിൽ വരിക? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഭവ്യ, ഇന്ന് രാവിലെ ഹർജി പരിഗണനയ്ക്ക് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെയും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള ചർച്ചകൾ നടന്നിരുന്നു. അതിൻ്റെ ഒരു തുടർച്ച ഇന്ന് കോടതിയിലേക്ക് ഈ കേസ് എത്തുമ്പോൾ പോലും അത് വലിയ രീതിയിൽ തന്നെ ചർച്ചയിലേക്ക് വരുന്നുണ്ട്. പ്രത്യേകിച്ച് എക്സാലോജിക് CMRL ഇടപാട് സംബന്ധിച്ച് വലിയ രാഷ്ട്രീയ വിവാദങ്ങളടക്കം ഉയരുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ഈ ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഹർജി കോടതിയുടെ പരിഗണനയിലേക്ക് വരുന്നത്. അഡ്വക്കേറ്റ് ഷോൺ ജോർജ് നൽകിയ ഹർജിയാണ് ഇന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ്റെ ബെഞ്ച് പരിഗണിക്കുകയും ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഈ ഇടപാട് സംബന്ധിച്ച് വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള മറ്റൊരു ഹർജിയും കോടതിയുടെ പരിഗണനയിലുണ്ട്. ഇതിൽ CMRLും എക്സാലോജിക്കും തമ്മിലുള്ള ഇടപാട് സംബന്ധിച്ച് നേരത്തെ ബംഗളൂരു ROCയും ഗുരുതരമായ ചില ചോദ്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. അതിലൊരു കൃത്യമായ രീതിയിൽ ഈ ഇടപാട് സംബന്ധിച്ച് അത് ഒരു ദുരൂഹത നിലനിൽക്കുന്നു എന്ന രീതിയിൽ തന്നെയായിരുന്നു ROCയുടെ ചോദ്യങ്ങളടക്കം ഈ കാര്യങ്ങളിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതെല്ലാം തന്നെ ഇന്ന് ഹർജി പരിഗണനയ്ക്ക് വരുമ്പോൾ സ്വാഭാവികമായും ROCയുടെ ചോദ്യങ്ങളടക്കം ഇക്കാര്യങ്ങളിലേക്ക് വരും. അത് മുഖ്യമന്ത്രിയുടെ മകൾ ഇടപെട്ട ഒരു കമ്പനി, അതോടൊപ്പം തന്നെ സർക്കാരിൻ്റെ KSIDCയുടെ പ്രതിനിധികളടക്കം CMRL അതിൻ്റെ ബോർഡിലടക്കം ഉണ്ട്. സർക്കാരിന് കൃത്യമായ രീതിയിലുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു സംവിധാനം എന്ന രീതിയിൽ തന്നെയാണ് ബംഗളൂരു ROC സംബന്ധിയായ കാര്യങ്ങൾ ചില ചോദ്യങ്ങൾ ഉന്നയിച്ചത്. എന്തുകൊണ്ട് അത്തരം ചില നിയന്ത്രണങ്ങൾ കാര്യങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ ബംഗളൂരു ROC ഉന്നയിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കേസ് ഇന്ന് പരിഗണനയ്ക്ക് വരുമ്പോൾ സ്വാഭാവികമായും കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്ന ROCയുടെ ചോദ്യങ്ങളടക്കം ഇന്ന് ഈ ഹൈക്കോടതിയുടെ പരിഗണന വേളയിൽ ഉന്നയിക്കപ്പെടാനുള്ളൊരു സാധ്യത വളരെയധികം കൂടുതലാണ്. നമുക്കറിയാം, ഈ മാസപ്പടി വിവാദം വലിയ രീതിയിൽ തന്നെ സംസ്ഥാനത്ത് വലിയ ആക്ഷേപമായി ഉയർന്നു വരികയും CPM വലിയ രീതിയിൽ പ്രതിരോധത്തിലാകുകയും
മറുപടി പറയേണ്ട സാഹചര്യങ്ങളെല്ലാം കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെയും ഈ കേസിന് സവിശേഷമായ ഒരു രാഷ്ട്രീയ ശ്രദ്ധ ആകർഷിക്കുന്നുണ്ട്. ഇന്ന് രാവിലെ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ്റെ ബെഞ്ച് ഈ കേസ് പരിഗണനയിലേക്ക് എടുക്കും. ഭവ്യ. യെസ്, എന്തായാലും ഈ ഒരു ഇടപാടിൽ പ്രത്യേകിച്ചും വീണ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക്കും CMR എന്ന കമ്പനി തമ്മിലുള്ള ഇടപാടിൽ അടിമുടി ദുരൂഹത എന്ന കാര്യത്തിൽ തർക്കമില്ല. ROC റിപ്പോർട്ട് അടക്കം അത് സൂചിപ്പിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ രാഷ്ട്രീയത്തിലേക്ക് നമ്മൾ കടക്കുകയാണെങ്കിൽ ഡാനി, ഇനി ഏത് തരത്തിലായിരിക്കും വീണ വിജയനെ ചേർത്ത് പിടിക്കാൻ പാർട്ടി ഒരുങ്ങുക, CPM ഒരുങ്ങുക? ഭവ്യ, നമുക്ക് കഴിഞ്ഞ കാലങ്ങളിലെ കഴിഞ്ഞ ദിവസങ്ങളിലെ അടക്കമുള്ള വലിയ രീതിയിലുള്ള ഒരു പ്രതിരോധം CPM-ൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതെല്ലാം തന്നെ നമ്മുടെ ശ്രദ്ധയിൽ വരുന്നതാണ്. കാരണം ഒരിക്കലും വീണ വിജയനെ മാറ്റി നിർത്തുകയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ കുടുംബത്തെ കൈവിട്ട് കളഞ്ഞുകൊണ്ടുള്ള യാതൊരു നീക്കത്തിനോ സ്വാഭാവികമായും തന്നെയും അത് ഉണ്ടാകുന്നില്ല. അത് എല്ലാ രീതിയിലും തന്നെയും പ്രതിരോധിക്കുന്നുണ്ട്. ഈ ഇടപാടിനെല്ലാം തന്നെയും രാഷ്ട്രീയപരമായിട്ട് തന്നെ കൂടുതൽ ചിലപ്പോഴെങ്കിലും വിമർശിക്കപ്പെടുന്നുണ്ട്. അങ്ങനെ ചില ലക്ഷ്യങ്ങളോടുകൂടി തന്നെയുള്ള ഒരു നീക്കത്തിൻ്റെ ഭാഗമാണെന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഈ സമാനമായ രീതിയിലും ഇപ്പോൾ ഹൈക്കോടതിയുടെ പരിഗണനയിലേക്ക് ഈ കേസ് വരുമ്പോൾ ഏതെങ്കിലും രീതിയിലൊരു പരാമർശങ്ങൾ ഉണ്ടാകുന്നുണ്ടോ എന്നതാണ് എല്ലാവരും സസൂക്ഷ്മം ഈ കേസിനെ നിരീക്ഷിക്കുന്നത്. ഏതെങ്കിലും ഗുരുതര പരാമർശങ്ങൾ ഇക്കാര്യങ്ങൾ ഇടപാട് സംബന്ധിയായ കാര്യങ്ങളിലടക്കം വരുന്നുണ്ടോ എന്നത് പരിശോധിക്കുന്നുണ്ട്. നേരത്തെ വിജിലൻസ് കോടതി ഇത് കേസ് തള്ളിയിരുന്നു. കാരണം ഇതിൽ പ്രഥമദൃഷ്ട്യാ കാര്യങ്ങൾ വലിയ രീതിയിൽ തെളിവുകളോ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഹാജരാകാനടക്കം കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് വിജിലൻസ് കോടതി ഇതിൽ ആവശ്യപ്പെട്ട തെളിവുകൾ ഹർജിക്കാരനടക്കം സമർപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് ചൂണ്ടിക്കാട്ടി തള്ളിയിരുന്നു. പിന്നീടാണ് ഹർജിക്കാരൻ ഇത് ഹൈക്കോടതിയിലേക്ക് വരികയും ഈ കേസിൻ്റെ തന്നെ പരിഗണിക്കുന്ന വേളയിൽ ഹർജിക്കാരനായ ഗിരീഷ് ബാബു മരണമടയുകയും ചെയ്തിരുന്നു. പക്ഷേ ഇതിൻ്റെ ഈ കേസിൻ്റെ ഒരു താല്പര്യം സ്വഭാവം അനുസരിച്ചുകൊണ്ട് ഇത് തുടർന്നുകൊണ്ട് പോകാനായിട്ട് ഹൈക്കോടതി നിർദ്ദേശിക്കുകയും ചെയ്തു. പിന്നീട് ഇതിൻ്റെ ഒരു തുടർച്ചയുണ്ടാകുന്നു. അതിനുശേഷമാണ് നോട്ടീസ് അയക്കാൻ ബന്ധപ്പെട്ട എല്ലാവർക്കും തന്നെ ഇതുമായി ബന്ധപ്പെട്ട നോട്ടീസ് അയക്കണം, കാരണം ഇവരുടെ വിശദീകരണം കൂടി ഈ കേസിൽ ആവശ്യമാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പിന്നീട് തുടർ നടപടികളിലേക്ക് കടന്നു പോവുകയും എല്ലാം ചെയ്തത്. ഇപ്പോൾ ഇതിൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഷോൺ ജോർജിൻ്റെ ഹർജി പരിഗണിക്കപ്പെടുന്ന വേളയിൽ ഈ കഴിഞ്ഞ നാളുകളിൽ ഈ കേസിൽ ഉണ്ടായിരുന്ന തുടർച്ചകൾ, അതിൻ്റെ പ്രതിരോധങ്ങൾ, ഇതെല്ലാം തന്നെ സ്വാഭാവികമായും ഇപ്പോൾ നടക്കുന്ന ഈ വാദങ്ങളിലെല്ലാം തന്നെ കടന്ന് വന്നേക്കാം. അത് വലിയ രാഷ്ട്രീയമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ്. അതിലെ ഏത് കാര്യത്തിനായാലും CPM അത് കൃത്യമായ രീതിയിൽ പ്രതിരോധിക്കാൻ മുന്നിട്ട് തന്നെയാണ് എല്ലാ സമയവും തന്നെ നിന്നിട്ടുള്ളത്. സ്വാഭാവികമായും ഈ കേസിൻ്റെ വഴികളിലും അത് തന്നെയും നമുക്ക് പ്രതീക്ഷിക്കാം. ഭവ്യ, തീർച്ചയായും ഈ ഹർജി കോടതി പരിഗണിക്കുന്ന വേളയിൽ എന്ത് സൂചന അല്ലെങ്കിൽ എന്ത് നിലപാട് കോടതി സ്വീകരിക്കും, കോടതി എന്ത് പറയും എന്നതാണ് ഏറെ ശ്രദ്ധേയം. കോടതിയുടെ വാക്കുകൾ ഏത് തരത്തിൽ ചർച്ചയാകുമെന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ്. അതോടൊപ്പം തന്നെ ഡാനി, പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രതിപക്ഷ ആരോപണങ്ങളെല്ലാം കൃത്യമായി രാഷ്ട്രീയമായി നേരിടാൻ CPM-ന് ഇതുവരെ സാധിച്ചിട്ടുണ്ട്. ഇനി അത് എത്രത്തോളം സാധിക്കുമെന്നൊരു ചോദ്യം ബാക്കിയുണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനമായി ചോദിക്കേണ്ട ഒരു ചോദ്യം വീണ വിജയന് പിടിവീഴുമോ എന്നുള്ളതായിരിക്കും. ഈ ഹർജിയിൽ കോടതി പരിഗണിക്കുമ്പോൾ അതിൽ ഏതെങ്കിലും രീതിയിൽ പരാമർശങ്ങൾ ഉണ്ടാകുന്നു എന്നതാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഈ കേസ് എങ്ങനെ നിരീക്ഷിക്കുന്നു എന്നതാണ്. ഏതെങ്കിലും രീതിയിൽ ഗുരുതരമായ പരാമർശങ്ങൾ ഉണ്ടാകുന്നുവെങ്കിൽ സ്വാഭാവികമായും അത് CPM-നെ വലിയ പ്രതിരോധത്തിലേക്ക് എത്തിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത് ഒരു കമ്പനിയുടെ ഇടപാട് അത് മാത്രമാണ് നടന്നിട്ടുള്ളത് എന്നതടക്കം ചെയ്ത സേവനത്തിന് അതിന് GST അടക്കമുള്ള കാര്യങ്ങളുണ്ടായിരുന്നു എന്ന കാര്യങ്ങളെല്ലാം തന്നെയും ഈ പ്രതിരോധത്തിൻ്റെ ഭാഗമായി CPM പല വേളയിൽ തന്നെയും ഉന്നയിച്ചിട്ടുണ്ട്. അത് പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ അതിനെ കവച്ചു വയ്ക്കുന്ന രീതിയിലേക്ക് വീണ്ടും പല കാര്യങ്ങളും പുറത്തു വരികയും ചെയ്യുന്നു. അതുകൊണ്ട് ഈ വിഷയത്തിൽ പൊതുവിലും CPM-ൻ്റെ പ്രതിരോധം ദുർബലമാണ് എന്ന കാര്യത്തിൽ ആർക്കും സംശയമൊന്നുമില്ല. മാത്രവുമല്ല, ഇതിൽ പല നേതാക്കൾക്കും തന്നെ നോട്ടീസ് അയച്ചിട്ടുണ്ട് എന്നത് പറയുന്നുണ്ട്. പക്ഷേ അതൊരു സംഭാവന എന്ന രീതിയിൽ തന്നെ ആയിരുന്നു എന്നതടക്കം അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്, സ്വീകരിച്ചിട്ടുണ്ട്. അതിന് കൃത്യമായ കണക്കുണ്ട്, ഓഡിറ്റുണ്ട് എന്ന
പ്രതിപക്ഷ നേതാവടക്കം കാര്യങ്ങൾ പറഞ്ഞിരുന്നു. പക്ഷേ വീണ വിജയനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഒരു സേവനം നൽകി എന്നതിനെ സ്വീകരിച്ച തുകയാണെങ്കിൽ ആ സേവനം എന്തായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാക്കണം. അങ്ങനെയൊരു സേവനം നൽകിയിട്ടില്ല എന്ന് കമ്പനി തന്നെ പറയുകയും ചെയ്യുന്നൊരു സാഹചര്യമുണ്ട്. അങ്ങനെ ഇത് വളരെ സങ്കീർണതയിലേക്ക് തന്നെ CPM-നെ പൊതുവിൽ കൊണ്ട് എത്തിക്കുന്നുണ്ട്. ഇത് ആരെ എങ്ങനെ വിശദീകരിക്കുമ്പോഴും വീണ്ടും ചോദ്യങ്ങൾ ബാക്കിയാവുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത്. CPM എല്ലാ സമയത്തും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദ്യങ്ങൾ ഉയരുമ്പോൾ ആരെങ്കിലും നേതാക്കൾ ഇത് സംബന്ധിച്ചൊരു വിശദീകരണവുമായി മുന്നോട്ട് വരും. ഒരിക്കലും മുഖ്യമന്ത്രിയോ വീണ വിജയൻ്റെയോ ഒരു പ്രതികരണം ഇക്കാര്യങ്ങളിൽ ഉണ്ടായിട്ടില്ല. പക്ഷേ പ്രതികരിക്കുന്നവർക്ക് ശേഷവും വീണ്ടും ചോദ്യങ്ങൾ ബാക്കിയാവുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നത്. ഇത് തന്നെയാണ് ഇതിനെ കൂടുതൽ കുഴപ്പത്തിലേക്ക് CPM-നെ കൊണ്ടെത്തിക്കുകയും ചെയ്യുന്നത്. ഇന്ന് കോടതി ഇത് പരിഗണിക്കുമ്പോൾ ഉറ്റുനോക്കുന്നൊരു കാര്യം, ഈ കേസ് പരിഗണിക്കുമ്പോൾ ഏത് രീതിയിൽ ഇത് കോടതി കാണുന്നു, ഏതെങ്കിലും ഗുരുതരമായ ചോദ്യങ്ങൾ ഇക്കാര്യങ്ങളിൽ ഉണ്ടാകുന്നുണ്ടോ എന്നതാണ്. ഭവ്യ, തീർച്ചയായും ഡാനി ദയവായി തുടരുക. നമുക്ക് കൊച്ചിയിലെ തന്നെ മറ്റു വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്. വിദ്യാർത്ഥി സംഘർഷത്തെ തുടർന്ന് അടച്ചിട്ട എറണാകുളം മഹാരാജാസ് കോളേജ് ഇന്ന് തുറക്കും. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് നിയന്ത്രണങ്ങൾക്ക് വിധേയമായാണ് കോളേജ് തുറക്കുക. അതിനിടെ കോളേജിന് മുന്നിൽ SFI വിദ്യാർത്ഥികൾ അനിശ്ചിതകാല സമരം ആരംഭിച്ചു. ഡാനി തുടരുന്നുണ്ട്. ഡാനി, കഴിഞ്ഞ ദിവസം നടന്ന സംഘർഷങ്ങളുടെ മുറിവ് ഉണങ്ങിയിട്ടില്ല. അതിനുശേഷം ഇന്ന് വീണ്ടും കോളേജ് തുറക്കുമ്പോൾ ഒരു സമാധാന അന്തരീക്ഷമാണോ അവിടെയുള്ളത്? എന്താണ് മനസ്സിലാക്കേണ്ടത്? നിലവിലൊരു സമാധാന അന്തരീക്ഷമാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലായി കോളേജ് അടഞ്ഞു കിടന്നു. അതിനുശേഷം തുടർച്ചയായ ചർച്ചകൾ നടന്നു. അതിൽ അധ്യാപക രക്ഷാകർതൃ സംഘടനകളുടെ യോഗം നടന്നു. ആ യോഗത്തിൽ ചില കാര്യങ്ങൾക്ക് ധാരണയായിരുന്നു. പ്രത്യേകിച്ച് കോളേജിൽ കർശനമായ രീതിയിലേക്ക് നിയന്ത്രണങ്ങൾ കൊണ്ടുവരിക എന്നതാണ്. കാരണം പുറമേയുള്ള പല കോളേജുകളിലും കാണുന്ന നിയന്ത്രണങ്ങൾ മഹാരാജാസ് കോളേജിന് അകത്ത് ഇല്ല എന്ന പരക്കെയുള്ളൊരു പരാതിയാണ്. ഇത് തന്നെയാണ് കോളേജിനകത്തെ ഒരു സംഘർഷാവസ്ഥയ്ക്ക് വലിയ രീതിയിലുള്ളൊരു കാരണമെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഐഡൻറ്റിറ്റി കാർഡ് നിർബന്ധമാക്കുക. സാർവത്രികമായ എല്ലാ കോളേജുകളിലും ഇപ്പോൾ കുട്ടികളുടെ കഴുത്തിൽ നമുക്ക് കാണാൻ കഴിയും ഐഡൻറ്റി കാർഡ്. ഇതുവരെയും മഹാരാജാസ് കോളേജിനകത്തേക്ക് ആ രീതിയിലുള്ളൊരു കാര്യങ്ങൾ കടന്നു വന്നിട്ടില്ല എന്നതാണ് കഴിഞ്ഞ ദിവസം മീറ്റിങ്ങിൽ മനസ്സിലാക്കുന്നത്. ഐഡൻറ്റിറ്റി കാർഡ് നിർബന്ധമാക്കുക. അതോടൊപ്പം തന്നെ വൈകിട്ട് 6 മണിക്ക് ശേഷം വിദ്യാർത്ഥികൾ ഇവിടെ തുടരാൻ അനുവദിക്കില്ല എന്നതാണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും മറ്റു കോളേജുകളിലെല്ലാം തന്നെ വളരെ കൃത്യമായി നടപ്പാക്കുന്ന കാര്യങ്ങൾ മഹാരാജാസ് കോളേജിൽ ഇപ്പോൾ നടപ്പാക്കാൻ ശ്രമിക്കുന്നു എന്നതാണ്. ഒപ്പം ഈ കോളേജിലെ സെക്യൂരിറ്റി ജീവനക്കാരുടെ എണ്ണം കൂട്ടുക, അത്തരം കാര്യങ്ങൾ നിയന്ത്രണങ്ങളിലേക്ക് കൊണ്ടുവരിക എന്നതാണ്. ഈ കാര്യങ്ങളെല്ലാം ഇന്നലെ വിദ്യാർത്ഥികളുടെ സംഘടനാ പ്രതിനിധികൾ അവരുടെ ഭാരവാഹികളുടെ യോഗത്തിൽ കാര്യങ്ങളെല്ലാം അവർക്ക് പറഞ്ഞ് ഇത് നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നുവെന്ന് കൃത്യമായി അവരോട് പറയുകയും ചെയ്തിരുന്നു. അത് അവർ കൂടി സമ്മതിക്കുന്നു. ഒപ്പം നിലവിലുള്ള കേസുകൾ, ഈ വിദ്യാർത്ഥി സംഘടനത്തെ തുടർന്നുണ്ടായ കേസുകൾ, അത് പോലീസ് അതേവഴി തന്നെ തുടരുകയും ചെയ്യും. കോളേജിൻ്റെ ഭാഗത്ത് നിന്ന് തുടരുന്ന അന്വേഷണങ്ങളുണ്ട്, ഒരു ഇൻറ്റേർണൽ എൻക്വയറി എന്ന രീതിയിൽ അത് തുടരുകയും ചെയ്യുന്നുണ്ട്. അതിനെ മറ്റൊന്നും ആരെയും ബാധിക്കാത്ത രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെയാണ് മഹാരാജാസ് കോളേജിലെ SFI യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ കോളേജിന് ഗേറ്റിന് മുന്നിൽ തന്നെ ഇപ്പോൾ സമരം ആരംഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം. കാരണം അവരുടെ സംഘടന പ്രസിഡന്റ് തന്നെ യൂണിറ്റ് പ്രസിഡന്റ് തന്നെ കുത്തി പരിക്കേൽപ്പിച്ച സംഭവമുണ്ട്. ഇതിൽ 2 പേരെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. മുഴുവൻ പേരെയും അറസ്റ്റ് ചെയ്യണമെന്ന്, ഒരാളെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. മുഴുവൻ പേരെയും അറസ്റ്റ് ചെയ്യണം. ഈ കേസിന് ഉത്തരവാദികളെ കൃത്യമായി അവർക്ക് നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ സമരം ആരംഭിച്ചിട്ടുള്ളത്. കോളേജ് തുറക്കുന്നു. അതോടൊപ്പം തന്നെ SFIയുടെ ഭാഗത്തു നിന്ന് കോളേജ് ഗേറ്റിന് മുന്നിൽ ഈ സമരവും ആരംഭിച്ചിട്ടുണ്ട്. ഭവ്യ, അതോടൊപ്പം നമുക്കറിയാം ഡാനി, വിദ്യാർത്ഥി സംഘടനകൾ സജീവമാണ് മഹാരാജാസിൽ. ഇന്ന് ദിവസങ്ങൾക്ക് ശേഷം കോളേജ് തുറക്കുന്ന വേളയിൽ കഴിഞ്ഞ ദിവസത്തെ സംഘർഷവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾക്ക് സാധ്യതയുണ്ടോ? ഇന്ന് അത്തരം പ്രതിഷേധ പ്രകടനങ്ങളൊന്നും തന്നെ പറഞ്ഞിട്ടില്ല. കാരണം കോളേജിൻ്റെ ഒരു സമാധാന അന്തരീക്ഷം തകർക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ആരുടെ ഭാഗത്തു നിന്നും കൊണ്ടുപോകരുത് എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. എങ്കിലും SFIയുടെ നേതൃത്വത്തിൽ സമരം പുറത്ത് ആരംഭിച്ചിട്ടുണ്ട്. ആ സമരം അവരുടെ ഭാരവാഹിയെ കുത്തി പരിക്കേൽപ്പിച്ച കേസിലെ മുഴുവൻ പേരെയും അറസ്റ്റ് ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് KSUവിൻ്റെയും അതോടൊപ്പം തന്നെ ഫ്രട്ടേണിറ്റിയുടെയും ഭാരവാഹികളും ആശുപത്രിയിൽ തുടരുന്നുണ്ട്. ആ കേസിലും മുഴുവൻ പേരെയും SFI പ്രവർത്തകർക്കെതിരെ കേസ് ചുമത്തിയിരുന്നു. ഏതാണ്ട് 15ഓളം പേരെ കേസിൽ ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ 2 പേരെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതുവരെയും അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. മറ്റ് നടപടികളിലേക്ക് നീങ്ങിയിട്ടില്ല. ഇങ്ങനെ ഈ
തുടർച്ചയായ കേസുകൾ ഉണ്ടാകുന്ന അതുപോലെ SFI പ്രവർത്തകരെ സംരക്ഷിക്കുന്ന ആ രീതിയിലാണ് പോലീസിൻ്റെ ഇടപെടൽ എന്ന വലിയ ആക്ഷേപവും നിലനിൽക്കുന്നുണ്ട്. പക്ഷേ നിലവിൽ മറ്റ് വിദ്യാർത്ഥി സംഘടനകൾ ആരും തന്നെയും ഈ ഒരു ആവശ്യത്തിലേക്ക് സമരരംഗത്തേക്കോ മറ്റ് കാര്യങ്ങളിലേക്കോ വന്നിട്ടില്ല. അതായത് ഈ രാത്രികാലങ്ങളിൽ ക്യാമ്പസുകളിൽ വിദ്യാർത്ഥികൾക്ക് പുറത്തുള്ളവരും കയറുന്നു, ഹോസ്റ്റലുകളിൽ സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നുള്ള ആക്ഷേപങ്ങളൊക്കെയാണ് നിലവിൽ നിലനിൽക്കുന്നത്. പുതിയ തീരുമാനപ്രകാരം അതിലൊക്കെ ഒരു മാറ്റമുണ്ടാകുമെന്ന് മനസ്സിലാക്കണമോ? അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. അത് എത്രത്തോളം നടപ്പാകുന്നു എന്നതാണ് ഇനി അറിയേണ്ടത്. മഹാരാജാസിൽ നിയന്ത്രണങ്ങൾ പല കാലങ്ങളിൽ കൊണ്ടുവരുന്നുവെങ്കിലും പലപ്പോഴും അത് നടപ്പാകാതെ പോകുന്നുണ്ട്, പലപ്പോഴും പാതി വഴിയിൽ ഉപേക്ഷിക്കപ്പെടാറുണ്ട്. ഇത് പക്ഷേ കർശനമായിട്ട് തന്നെ നടപ്പാക്കണമെന്ന് തന്നെയാണ്. കാരണം ഇന്നലെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അടക്കം ഇക്കാര്യങ്ങൾ പ്രതികരിച്ചിരുന്നു. മഹാരാജാസ് കോളേജിനെ ഈ രീതിയിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല, കൃത്യമായ രീതിയിൽ അവിടെ മോണിറ്ററിംഗ് ഉണ്ടാകും, കർശനമായിട്ട് കാര്യങ്ങൾ നടപ്പാക്കും, വിദ്യാർത്ഥി സംഘടനത്തിൻ്റെ ഒരു വേദിയാക്കി അത് മാറ്റരുത് എന്നതെല്ലാം തന്നെ അവർ പറഞ്ഞിരുന്നു. അതുകൊണ്ട് മുന്നോട്ടുള്ള പോക്കിൽ വലിയ രീതിയിലുള്ളൊരു ഇടപെടൽ ഉണ്ടാകുമെന്നതിൻ്റെ വ്യക്തമായ സൂചനകൾ തന്നെയാണ്. പോലീസിൻ്റെ ഒരു സാന്നിധ്യം കുറച്ച് ദിവസം കൂടി ക്യാമ്പസിന് പുറത്ത് തുടരും എന്നും അറിയിച്ചിട്ടുണ്ട്. ഭവ്യ. ശരി, നന്ദി ഡാനി ഇപ്പോൾ വിശദമായ വിവരങ്ങൾക്ക്. നമ്മളിനി നേരെ വയനാട്ടിലേക്കാണ് പോകുന്നത്. വയനാട്ടിനെ സംബന്ധിച്ച് എന്നും ആശങ്കയുടെ നാളുകളാണ്. കാരണം കഴിഞ്ഞ കുറച്ച് നാളുകളായി പുലി, കടുവയൊക്കെ ആ നാട്ടിലെ ജനങ്ങളെ വല്ലാതെ പേടിപ്പെടുത്തിയെങ്കിൽ ഇപ്പോൾ അവിടെ ഒരു കരടിയാണുള്ളത്. നമുക്ക് ആ വാർത്തയുടെ വിവരങ്ങൾ നോക്കണം. വയനാട് തരുവണ ജനവാസ കേന്ദ്രത്തിൽ ഇറങ്ങിയ കരടിക്കായുള്ള തിരച്ചിൽ ഇന്നും തുടരും. ഇരുട്ട് വീണതോടെ വനപാലകർ ഇന്നലെ തിരച്ചിൽ അവസാനിപ്പിക്കുകയായിരുന്നു. ജനവാസ കേന്ദ്രത്തിൽ കരടി ഇറങ്ങി 3 ദിവസം പിന്നിട്ടിട്ടും മയക്കുവെടി വയ്ക്കാനോ പിടികൂടാനോ കഴിയാത്തതിൽ കടുത്ത ആശങ്കയിലാണ് പ്രദേശവാസികൾ. ജിൻസ് തോട്ടുംകര വിവരങ്ങളുമായി ചേരും. ജിൻസ്, വെരി ഗുഡ് മോർണിംഗ്. വയനാട്ടുകാരെ സംബന്ധിച്ച് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ അധിക ദിവസങ്ങളും അവർക്ക് ആശങ്കയുടെ ദിവസങ്ങളാണ്. ഇന്നലെ വരെ ഒരു പുലിയും കടുവയൊക്കെ ആയിരുന്നെങ്കിൽ ഇപ്പോൾ അത് കരടിയാണ് എന്നുള്ള വ്യത്യാസം മാത്രമല്ലേ? തീർച്ചയായും ഭവ്യ, വന്യമൃഗശല്യത്താൽ ഇപ്പോൾ പൊറുതിമുട്ടിരിക്കുകയാണ് ഈ വയനാട്ടിലെ ജനങ്ങൾ. ഇപ്പോൾ ഈ ജനവാസ മേഖലയെ ആകെ തന്നെ മുൾമുനയിൽ നിർത്തിയ കരടിക്കാനുള്ള തിരച്ചിൽ ഇന്ന് രാവിലെ 8 മണിയോടെ ആരംഭിക്കും എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇന്നലെ ഇരുട്ട് വീണതോടെയാണ് ഈ വനപാലകർ ഈ പ്രദേശത്ത് നടത്തിയ തിരച്ചിൽ അവസാനിപ്പിച്ചത്. തരുവണ കക്കാട് കള്ളുഷാപ്പിന് സമീപത്താണ് ഈ കരടിയെ അവസാനമായി കണ്ടിട്ടുള്ളത്. ഇവിടെയുള്ള തോട്ടത്തിലായിരിക്കാം ഈ കരടി ഉണ്ടാവുക എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ വനംവകുപ്പ് നിരീക്ഷിച്ചു വരുന്നത്. എന്തായാലും ഈ പ്രദേശത്തായിരിക്കും ആദ്യം തിരച്ചിൽ നടത്തുക. കഴിഞ്ഞ 2-3 ദിവസമായി ഈ രാത്രി സമയങ്ങളിലായിരുന്നു ഈ കരടിയെ ജനങ്ങൾ കണ്ടത്. അതിനുശേഷം ഇന്നലെ ആദ്യമായിട്ടാണ് ഈ പകൽ വെളിച്ചത്തിൽ നാട്ടുകാർ ഈ കരടിയെ കാണുന്നത്. എന്തായാലും ഈ കരടിയെ ഉടൻ തന്നെ ഈ പ്രദേശത്ത് നിന്ന് പിടികൂട്ടണമെന്നുള്ള ആവശ്യമാണ് ജനങ്ങൾ ഉന്നയിക്കുന്നത്. ജനവാസ മേഖലയാണ്. ഇവിടെ തൊട്ടടുത്തൊന്നും തന്നെ വനമില്ലാത്തതിനാൽ ആളുകളെല്ലാം തന്നെ കടുത്ത ഭീതിയിലാണ്. ഇവയെ എത്രയും പെട്ടെന്ന് മയക്കുപിടി വെക്കാനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഈ തുടരെ 3 ദിവസമായിട്ടും ഈ കരടിയെ പിടികൂടാത്തതിൽ വലിയ ആശങ്ക നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഭവ്യ. എന്താണ് ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത്? പ്രത്യേകിച്ചും ജനവാസ മേഖലയിലാണ് കരടി ഇറങ്ങിയത്. അവരുടെ ഒരു ആശങ്ക എങ്ങനെയാണ്? ആളുകളെല്ലാം തന്നെ വലിയ ഭീതിയിലാണ്. ഈ ജനവാസ കേന്ദ്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ കരടി ഇറങ്ങുന്നത്. അതിനുശേഷം 3 ദിവസം പിന്നിട്ടിട്ടും ഇതിനെ പിടികൂടാനോ മയക്കുവെടി വെക്കാനോ കഴിയാത്തതിൽ കടുത്ത ആശങ്കയിൽ തന്നെയാണ് ഈ പ്രദേശവാസികളുള്ളത്. ഏറ്റവും ആദ്യം ഈ കുറുവാദ്വീപിനോട് അടുത്തുള്ള പയ്യമ്പള്ളിയിലായിരുന്നു ഈ കരടിയെ കാണുന്നത്. അതിനുശേഷം ഈ വള്ളിയൂർക്കാവിലും തോണിച്ചാലിലും പിന്നീട് തരുവണയിലുമാണ് ഈ നാട്ടുകാർ ഈ കരടിയെ കാണുന്നത്. എന്തായാലും ഇന്ന് തന്നെ ഈ കരടിയെ പിടികൂടാനുള്ള ഒരു നീക്കമാണ് വനപാലകരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. മയക്കുവെടി വിദഗ്ധരും അതുപോലെ തന്നെ RRT സംഘം ഉൾപ്പെടെയുള്ള ഒരു സംഘമാണ് നിലവിൽ ഈ പ്രദേശത്ത് തിരച്ചിൽ നടത്തുന്നത്. എന്തായാലും ഇന്ന് തന്നെ പിടികൂടും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് നിലവിൽ ഇപ്പോൾ വനംവകുപ്പ് ഉള്ളത്. എന്തായാലും ഇതിനുള്ള ഊർജിത നീക്കം തന്നെയാണ് ഇപ്പോൾ വനംവകുപ്പിന്റെ ഭാഗത്ത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ കരടി ഈ ആളുകൾക്ക് മുൻപിലൂടെ പോകുന്നതും ആ കരടിയെ ഓടിക്കാൻ ആളുകൾ ശ്രമിക്കുന്നതും വനപാലകർ ശ്രമിക്കുന്നതും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. എന്നിട്ടും എന്തുകൊണ്ടായിരുന്നു ഇത്രമാത്രം ജനങ്ങൾക്ക് അടുത്ത് കരടിയെ കണ്ടിട്ട് വനപാലകർ കണ്ടിട്ട് അതിനെ പിടികൂടാൻ സാധിച്ചില്ല എന്ന് പറയുന്നത്?
നിലവിൽ ഈ കരടിയുള്ളത് ഇന്നലെ നിലവിൽ കണ്ടത് ഒരു നെൽവയലിലായിരുന്നു. അതിനുശേഷം ഇവിടെ നിന്നും തൊട്ടടുത്തുള്ള തോട്ടത്തിലേക്ക് ഇത് ഓടി മറിയുകയായിരുന്നു. ഈ വനപാലകരെ സംബന്ധിച്ചിടത്തോളം ഇതിനെ മയക്കുപിടി വെക്കണമെങ്കിൽ ഒരു കൃത്യമായിട്ടുള്ള ഒരു അവസരം കിട്ടണം. എന്നാൽ മാത്രമേ ഇതിനെ മയക്കുപിടി വെക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് കടക്കാൻ സാധിക്കുള്ളൂ. അത്തരത്തിലുള്ള ഒരു സന്ദർഭം ഈ വനംവകുപ്പിന് ലഭിച്ചിട്ടില്ല എന്ന് തന്നെ വേണം പറയാൻ. ഈ തുടരെയായി ഈ കരടി സഞ്ചരിക്കുന്ന ഒരു സ്ഥിതിയാണ് നിലവിലുള്ളത്. ബത്തേരി ഈ തരുവണ മുതൽ ഈ പ്രദേശങ്ങളിലെല്ലാം തന്നെ അതിവേഗത്തിൽ ഇത് ഒരു സഞ്ചരിക്കുന്ന ഒരു സ്ഥിതിയാണ് നിലവിലുള്ളത്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഇതിനെ പിടികൂടാനുള്ള ഒരു നീക്കം വൈകുന്നത്. എന്തായാലും ഉടനെ തന്നെ ഈ കരടിയെ പിടികൂടാനുള്ള ഒരു നടപടിയിലേക്ക് ഇപ്പോൾ വനംവകുപ്പ് കടക്കുകയാണ്. ശരി, എന്തായാലും കടുവയുടൻ പിടികൂടി കരടിയെ ഉടൻ പിടികൂടി ആളുകളുടെ ആശങ്ക അകറ്റാൻ സാധിക്കും എന്നുള്ള പ്രതീക്ഷയാണ്. ജിൻസി ദയവായി തുടരുക, മറ്റൊരു വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്. വയനാട് ചെൽത്തലയത്ത് കടുവയുടെ ആക്രമണം. 6-ാം മൈലിൽ പടിപ്പുര നാരായണന്റെ പശുവിനെയാണ് കടുവ ആക്രമണത്തിന് ഇരയാക്കിയത്. കടുവയാണെന്ന് സ്ഥിരീകരിച്ച് വനം വകുപ്പ് പ്രദേശത്ത് ക്യാമറ സ്ഥാപിച്ചു. ഉച്ചയോടെയാണ് പറമ്പിൽ മേയാൻ കെട്ടിയ പശുവിനെ കടുവ ആക്രമിച്ചത്. ഉടമയായ നാരായണൻ പശുവിന്റെ ശബ്ദം കേട്ട് എത്തിയപ്പോഴേക്കും പശുവിനെ വിട്ട് കടുവ വനത്തിലേക്ക് കടന്നിരുന്നു. ആക്രമണത്തിൽ പശുവിന് ഗുരുതര പരിക്കേറ്റിട്ടുണ്ട്. വെയിലാകുമ്പോൾ വീട്ടിക്കൊണ്ട് വിട്ടപ്പോൾ ഭക്ഷണം കഴിക്കാൻ പോയി തിരിച്ചു പോകുമ്പോൾ തന്നെ ഇങ്ങനെയാണ് സംഭവം. ഏക വരുമാനം ഇത് മാത്രമേ ഉള്ളൂ. ഞാൻ ആ സമയത്ത് രോഗിയാണ്. സാധനത്തിനെ കാണാൻ പറ്റില്ല. ഞാനിപ്പോൾ വരുന്ന വഴിക്ക് ഇങ്ങനെ ഞാൻ പറഞ്ഞല്ലോ ചപ്പ് കൂട്ടിക്കൊണ്ടിരുന്ന സമയം സൗണ്ട് കേട്ട് പോയതായിരിക്കാനാണ് സാധ്യത. പക്ഷെ സാധനം അവിടെയുണ്ട്. പശു അങ്ങോട്ട് തന്നെ നോക്കുന്നുണ്ട്. അല്ലാതെ കൃഷിയൊക്കെ പോയി ഇതൊക്കെ നമ്മൾ കൃഷി ചെയ്യുന്ന സ്ഥലമാണ്. രക്ഷയില്ലല്ലോ, ശല്യം കൊണ്ട് ഒരു രക്ഷയില്ല. അപ്പോൾ പിന്നെ പശുവെങ്കിലും ഒരു വരുമാനം ആട്ടെ എന്ന് എഴുതി. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയെങ്കിലും പെട്ടെന്ന് മടങ്ങിയത് പ്രതിഷേധത്തിന് ഇടയാക്കി. തുടർന്ന് കുറിച്യാട് റേഞ്ചർ പി സലീമിന്റെ നേതൃത്വത്തിൽ വനപാലകർ സ്ഥലത്തെത്തുകയായിരുന്നു. എല്ലാവരും വളരെ ഭീതിയിലാണുള്ളത്. ഞങ്ങൾക്ക് ഇവിടെ കുട്ടികളൊക്കെ രാവിലെ സ്കൂളിലേക്ക് പോകുന്നതാണ്. അതുപോലെ തന്നെ രാവിലെ പാലും കൊണ്ട് പോകുന്ന എല്ലാവരും ക്ഷീരകർഷകർ ആണ് അധികവും ഈ ഭാഗത്ത് താമസിക്കുന്നത്. അതുകൊണ്ട് ഈ ജനങ്ങളുടെ ഭീതി അകറ്റുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ കൂട് വെക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും കൂട്ടായ തീരുമാനം. അതിന് അടിയന്തരമായ നടപടി സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കർഷകർ തിങ്ങിപ്പാർക്കുന്ന മേഖലയിൽ കടുവയുടെ സാന്നിധ്യം വലിയ ഭീഷണി ഉയർത്തുന്നുണ്ട്. പ്രദേശത്ത് തെരച്ചിൽ നടത്തിയ വനം വകുപ്പ് മേഖലയിൽ ക്യാമറകളും സ്ഥാപിച്ചു. ന്യൂസ് 18 വയനാട്. ജിൻസ് തുടരുന്നുണ്ട്. ജിൻസ്, കരടി മാത്രമല്ല കടുവയും പോയിട്ടില്ല അല്ലേ? തീർച്ചയായും ഭവ്യ, ഈ വയനാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഒരാഴ്ചക്കിടെ കാട്ടാന അതുപോലെ തന്നെ കടുവ അതിന് പിന്നാലെയാണ് ഇപ്പോൾ കരടിയുടെ ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കടുവയുടെ ആക്രമണം സ്ഥിരമായി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. ഇന്നലെ ഉച്ചയോടെയാണ് ഈ ചെതലയം 6-ാം മൈൽ പടിപ്പുര നാരായണന്റെ ഈ പശുവിനെ കടുവ ആക്രമണത്തിനിരയാക്കുന്നത്. ഈ കർഷകർ തിങ്ങിപ്പാർക്കുന്ന ഒരു മേഖല കൂടിയിലാണ് ഇപ്പോൾ കടുവയുടെ ഒരു സാന്നിധ്യം ഉണ്ടായിരിക്കുന്നത്. വലിയ ഭീഷണി ഉയർത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ പറമ്പിൽ മേയാൻ വിട്ട ഏകദേശം 9 മാസം ഗർഭിണിയായിട്ടുള്ള പശുവിനെയാണ് ഈ കടുവ ആക്രമിച്ചിട്ടുള്ളത്. ഈ പശുവിന് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് ഈ കടുവയുടെ ആക്രമണത്തിൽ. എന്തായാലും ഈ പശുവിനെ ആക്രമിക്കുന്നതും അതുപോലെ തന്നെ ഈ വനത്തിലേക്ക് ഓടി മറിയുന്നതുമെല്ലാം ഈ ഉടമയായിട്ടുള്ള നാരായണൻ കണ്ടിരുന്നു. ഉടനെ തന്നെ വനംവകുപ്പിനെ വിവരം അറിയിക്കുകയായിരുന്നു. വനംവകുപ്പ് എന്തായാലും സ്ഥലത്തെത്തി ഈ പ്രദേശത്തെല്ലാം തിരച്ചിൽ നടത്തിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ പ്രദേശത്ത് ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ കടുവയെ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്നും പിടികൂടണമെന്നുള്ള ഒരു ആവശ്യം തന്നെയാണ് ഇപ്പോൾ നാട്ടുകാരുമുള്ളത്. എന്തായാലും ആളുകളെല്ലാം തന്നെ കടുത്ത ഭീതിയിലാണ് ഭവ്യ. ശരി, നന്ദി. ജിൻസ് തോട്ടുങ്കരയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. വളരെ വേഗം പ്രഭാത കേരളത്തിലേക്ക് തന്നെ തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. ഈ റിപ്പബ്ലിക് ദിനാഘോഷം വരുമാനവും തൊഴിലുമൊക്കെ ബാധിക്കുന്ന തിരികെ പ്രഭാത കേരളത്തിലേക്ക്. ക്ഷേമ പെൻഷൻ ലഭിക്കാത്തതിനെ തുടർന്ന് കോഴിക്കോട് ചക്കിട്ടപ്പാറയിൽ ആത്മഹത്യ ചെയ്ത ഭിന്നശേഷിക്കാരനായ ജോസഫിന്റെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം. ആത്മഹത്യയിൽ പ്രതിഷേധം ശക്തമാണ്. MS അനീഷ് കുമാർ വിശദാംശങ്ങളുമായി ചേരും. അനീഷ്, ഇന്നലെ നമ്മൾ ഏറെ വേദനയോടെ കേട്ടൊരു വാർത്തയായിരുന്നു ക്ഷേമ പെൻഷൻ മുടങ്ങിയതുകൊണ്ട് ആത്മഹത്യ ചെയ്ത ഒരു ഭിന്നശേഷിക്കാരന്റെ വാർത്ത. ഇന്ന് അനീഷ് എവിടെയാണുള്ളത്? എന്താണ് വിശദാംശങ്ങളൊക്കെ?
ഞാനിപ്പോൾ ഈ ചക്കിട്ടപ്പാറയിലെ അദ്ദേഹത്തിന്റെ മുതുകാടുള്ള വീട്ടിലാണുള്ളത്. നമുക്ക് പിന്നിൽ കാണുന്നതാണ് അദ്ദേഹത്തിന്റെ ആ വീട് പോലീസ് സീൽ ചെയ്തിരിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം. ഇതിനുള്ളിലാണ് അദ്ദേഹം തൂങ്ങി മരിച്ച നിലയിൽ അദ്ദേഹത്തെ കണ്ടെത്തിയത്. ഇന്നലെ മുതൽ പോലീസിന്റെ ബന്ദോബസ്തും ഈ സ്ഥലത്ത് ഏർപ്പെടുത്തിയിട്ടുണ്ട്. മൃതദേഹം ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഉച്ചയ്ക്ക് മുമ്പായി പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടുകൊടുക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം ഫോറൻസിക് പരിശോധന അടക്കമുള്ള കാര്യങ്ങളും ഇവിടെ നടക്കും. എന്തായാലും നിലവിൽ നേരത്തെ തന്നെ അദ്ദേഹം ഈ മരിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ മരിക്കുന്നതിന് നവംബർ 9 ഒരു ആത്മഹത്യാ കുറിപ്പ് പോലെ ഒരു കത്ത് ഈ പഞ്ചായത്ത് സെക്രട്ടറിക്കും പോലീസ് സ്റ്റേഷനിലുമൊക്കെ നൽകിയിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തനിക്ക് ജീവിതം അങ്ങേയറ്റം വഴിമുട്ടി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ വികലാംഗ പെൻഷൻ ലഭിക്കാത്തത് കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹം കത്ത് നൽകിയിരുന്നത്. എന്നാൽ പഞ്ചായത്ത് അധികൃതർ ഇക്കാര്യം, പ്രത്യേകിച്ചും പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ ഈ കാര്യം പൂർണ്ണമായും നിഷേധിക്കുകയാണ്. കാരണം സാമാന്യം ജീവിക്കാനുള്ള ചുറ്റുപാടുള്ള ആളാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിന്റെയും മകളുടെയും വികലാംഗ പെൻഷൻ കൃത്യമായി 5 മാസം മുമ്പ് രണ്ടുപേരുടെയും പെൻഷൻ ഇദ്ദേഹം സ്വീകരിച്ചിരുന്നു. ഒപ്പം തൊഴിലുറപ്പ് പദ്ധതി പോലെ ഈ അതിദരിദ്ര വിഭാഗത്തിലുള്ള ആളായതുകൊണ്ട് തന്നെ അത്തരം ഒരു തൊഴിലവസരവും പഞ്ചായത്ത് നൽകിയിരുന്നുവെന്നും പറയുന്നു. നമുക്കൊപ്പം എന്തായാലും അദ്ദേഹത്തിന്റെ അയൽവാസിയായി നാട്ടുകാരനായ പ്രതീഷ് എന്നയാളുണ്ട്. എങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു ജീവിതം? ഈ പെൻഷൻ കിട്ടാത്തത് തന്നെയാണോ ആത്മഹത്യയിലേക്ക് നയിച്ചത് നിങ്ങൾ കരുതുന്നുണ്ടോ? നമസ്കാരം, എൻ്റെ പേര് പ്രതീഷാണ്. ഞാൻ അയൽവാസിയാണ്. പിന്നെ പെൻഷൻ കിട്ടാത്തതിന്റെ പേരിൽ ഒരു സാമ്പത്തിക കടബാധ്യതയുടെ പേരിൽ ഒരാൾ ആത്മഹത്യ ചെയ്യുക എന്നുള്ളതൊരു ഒരു പ്രതിസന്ധി ഘട്ടം ഇവിടെ ഉണ്ടായിട്ടില്ല. പിന്നെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ചയും ഇവിടെ വന്നിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അയൽവാസി എന്ന നിലയ്ക്കും ഈ നാട്ടിലെ ഏകദേശം ആകെ ഒരു 40 കുടുംബമാണ് ഈ ഒരു ചുറ്റുവട്ടത്തുള്ളത്. അപ്പോൾ 40 കുടുംബങ്ങളുടെ അത്യാവശ്യ വിവരങ്ങളും കാര്യങ്ങളും നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നതും അത് മനസ്സിലാക്കി അതിൻ്റെ പോരായ്മകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പഞ്ചായത്തിനെ അറിയിക്കുക. അതുമായിട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുനിൽ ആണ് ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റും. ഈ 5-ാം വാർഡാണിത്. 5-ാം വാർഡിലെ പിന്നെ വാർഡ് മെമ്പറും അദ്ദേഹമാണ്. അപ്പം നമ്മൾ എന്തെങ്കിലും ഒരു പ്രശ്നം ഇവിടെ ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് വിളിച്ച് പറയുകയും അതുമായി ബന്ധപ്പെട്ടിട്ട് പ്രസിഡന്റ് എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് ഇവിടെ ചെയ്തു തരുന്ന ഒരാളാണ്. കാരണം നമുക്കറിയാം, ഇപ്പം ഈ ആകെ നമ്മുടെ ഈ ഒരു ഭാഗത്ത് വീടിന്റെ മുറ്റം വരെ കോൺക്രീറ്റ് ചെയ്ത റോഡ് ആകെ ഉള്ളത് ഇദ്ദേഹത്തിന്റെ വീട്ടിലാണ്. അത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ് ഇങ്ങോട്ടുള്ള എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് ചെയ്തു കൊടുക്കുന്ന ഒരു പഞ്ചായത്താണിത്. അതിദരിദ്ര കുടുംബത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ്. നമ്മളിപ്പോൾ സർക്കാർ ഇപ്പോഴത്തെ LDF സർക്കാർ ഭരിക്കുന്ന കാലഘട്ടത്തിൽ അതിദരിദ്ര കുടുംബങ്ങളെ പിന്നെ നമ്മളിവിടെ നിന്ന് സൂക്ഷ്മമായിട്ട് പരിശോധിച്ചിട്ടാണ് അതിദരിദ്ര കുടുംബങ്ങളെ നമ്മളിവിടെ ഇവിടെ രേഖപ്പെടുത്തി കൊടുക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ വളരെ വ്യക്തമായി തന്നെ നമുക്ക് കണ്ടറിയാം അദ്ദേഹത്തിന്റെ വീടിന്റെ മുറ്റത്ത് നിന്ന് സ്റ്റെപ്പ് കയറിയാൽ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തും. അപ്പോൾ അവിടം വരെയും കറക്റ്റായിട്ട് കോൺക്രീറ്റ് റോഡടക്കം ചെയ്തു കൊടുത്തൊരു വീടാണിത്. അപ്പോൾ അങ്ങനെ അതിദരിദ്രം എന്നല്ല, പുള്ളി അദ്ദേഹത്തിന്റെ എന്തോ ഒരു മാനസിക ബുദ്ധിമുട്ടാണ്, മാനസിക വിഷമമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അദ്ദേഹം പഞ്ചായത്ത് സെക്രട്ടറിക്കും പോലീസ് സ്റ്റേഷനിലും വരെ ഒരു കത്ത് കൊടുത്തിരുന്നല്ലോ. ഈ വടികുത്തി ഓഫീസുകൾ കയറി ഇറങ്ങി പെൻഷന് വേണ്ടി ഇറക്കാൻ കഴിയുന്നില്ല, മകളുണ്ട്, കിടപ്പ് രോഗിയാണ്. ഈ അദ്ദേഹത്തിന് ഈ കേവലം ഈ പുറത്ത് കാണുന്നതിനപ്പുറം മറ്റു ചെലവുകളുണ്ടാവില്ലേ? മരുന്ന് വാങ്ങണം, ഇവിടെ നിന്നും ഒരു വാഹനത്തിൽ പുറത്തേക്ക് എത്തണമെങ്കിൽ പോലും പണം കൊടുക്കേണ്ട അവസ്ഥ. കാരണം ഒരുപാട് ദൂരേക്ക് ചെല്ലണം, ഒരു ചെറിയ പട്ടണത്തിലെങ്കിലും ചെല്ലണം. അത്തരം ജീവിത ചെലവുകൾ ഉണ്ടാവില്ലേ? കാരണം ഇവിടെ അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഇത് തന്നെയുണ്ട്. ഡിവൈഫൈയുടെ ഒരു സംഘടന തന്നെയുണ്ട് ഇവിടെ. നമ്മളിവിടെ പിന്നെ പുറത്ത് പോയിട്ട് കിടപ്പ് രോഗികൾക്ക് പിന്നെ മരുന്നും കാര്യങ്ങളും എത്തിച്ചു കൊടുക്കാൻ ഡിവൈഫൈയുടെ ഒരു സംഘടന തന്നെ ഉണ്ട് ഇവിടെ. നമ്മളെ കറക്റ്റായിട്ട് നമ്മളെ അറിയിക്കുന്നതിനനുസരിച്ച് നമ്മളെ കറക്റ്റായിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഇപ്പം പിന്നെ റിപ്പോർട്ടർ 18ന്റെ ആൾ പറഞ്ഞ പോലെ തന്നെ നമുക്കറിയാം ഇത് എന്താണ്, ഇവിടെ തൊഴിലുറപ്പുകാർ തന്നെയാണ് കറക്റ്റായിട്ട് വന്നിട്ട് പിന്നെ ഇവിടെ ഇദ്ദേഹത്തിന് 3 മക്കളാണുള്ളത്. ഒരാൾ സുഖമില്ലാത്തൊരു വ്യക്തിയാണ്, മൂത്ത ആള്. പിന്നെ 2 പെൺമക്കളാണ്. അവരെ കല്യാണം കഴിച്ച് വിട്ടാണ്. അവരിവിടെ 2.5 മാസമായിട്ടാണ് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ 2.5 മാസമായി അച്ഛനെ നോക്കാൻ വന്നിട്ടുള്ളത്. പിന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്കറിയാം. ഇവിടുത്തെ സാമ്പത്തിക സ്ഥിതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം വരുമാനം കാര്യങ്ങളൊക്കെ ഉള്ള ഒരു കക്ഷിയാണ്.
വരുമാനം എന്ന് പറഞ്ഞാൽ എൻ്റെ തേങ്ങയുണ്ട്, തെങ്ങുണ്ട്. അല്ലാണ്ട് 5 മാസത്തെ പെൻഷൻ മുടങ്ങിയിട്ട് അതൊക്കെ ഒരു പിന്നെ വേറെ എന്തോ ഒരു ദുരുദ്ദേശപരമായിട്ടുള്ള കാര്യങ്ങളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല, അദ്ദേഹം തന്നെ സ്വന്തമായിട്ട് എഴുതി തയ്യാറാക്കിയ കത്താണ് പഞ്ചായത്ത് സെക്രട്ടറി കൊടുത്തത്, പോലീസ് സ്റ്റേഷനിൽ കൊടുത്തത്, മറ്റു മാധ്യമങ്ങളിലൊക്കെ ലഭിച്ചു. വാർത്തകൾ നേരത്തെ തന്നെ വന്നതാണ്. അപ്പം അദ്ദേഹം കള്ളം പറഞ്ഞാണ്. അദ്ദേഹത്തിന് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നു ഇത് ലഭിച്ചില്ല, താൻ മരിക്കുമെന്ന് പറഞ്ഞിരുന്നു. പിന്നെ അദ്ദേഹത്തെ അവിശ്വസിക്കേണ്ട കാര്യമുണ്ടോ? അവിശ്വസിക്കേണ്ട കാര്യമുണ്ടെന്നല്ല, അങ്ങനെയുള്ള ഒരാൾ ഈ പറയുന്ന 5 മാസം കൊണ്ട് പെൻഷൻ കിട്ടാത്ത ഒരാൾ ആത്മഹത്യ ചെയ്യാന്ന് പറയുകയാണെങ്കിൽ എന്താ നമ്മളതിന് മനസ്സിലാക്കണ്ടേ? 5 മാസമായിട്ട് പെൻഷൻ കിട്ടുന്നില്ല, അല്ലെ 2 മാസമായിട്ട് പെൻഷൻ കിട്ടുന്നില്ല എന്നുള്ളതിന് കുറച്ച് കാര്യങ്ങൾ പറയാണ്ടേ? അതും കൂടെ പറഞ്ഞു. എന്തായാലും പഞ്ചായത്ത് നൽകിയ വിശദീകരണവും ഇത് തന്നെയായിരുന്നു. കാരണം താൽക്കാലികമായി ഈ ആത്മഹത്യയിലേക്ക് നയിക്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇദ്ദേഹത്തിനില്ല. പഞ്ചായത്ത് വളരെയധികം സഹായങ്ങൾ ചെയ്തു നൽകിയിരുന്നുവെന്നും പറയുന്നു. പക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക സംസ്ഥാനത്ത് പലയിടങ്ങളിലായി ഇത്തരം പരാതികൾ ഈ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ഉയർന്നു കേട്ടിരുന്നു. അടിമാലിയിൽ മറിയക്കുട്ടി എന്ന വയോധികയായ സ്ത്രീ ഭിക്ഷയെടുത്ത് അല്ലെങ്കിൽ പെൻഷൻ ലഭിക്കാത്തതിനാൽ ഹൈക്കോടതി വരെ പോകേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരുന്നു. പലതരത്തിലുള്ള ക്ഷേമ പെൻഷനുകൾ മുടങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. എന്തായാലും പല തരത്തിലുള്ള വാദമുഖങ്ങൾ ഉയരുമ്പോഴും അദ്ദേഹം എഴുതിയ കത്ത് ഇപ്പോഴും നിലനിൽക്കുന്നു. നവംബർ 9-നാണ് പഞ്ചായത്ത് സെക്രട്ടറിക്കും പോലീസ് സ്റ്റേഷനിലും പെരുവണ്ണാമൊഴി പോലീസ് സ്റ്റേഷനിലും അദ്ദേഹം കത്ത് നൽകിയത്. ഒപ്പം ജില്ലാ കളക്ടർക്ക് കത്ത് നൽകാനുള്ള ഒരുക്കത്തിലായിരുന്നു എന്നും മനസ്സിലാവുന്നു. എന്നാൽ ആ പോരാട്ടം പാതി വഴിയിൽ നിർത്തിയാണ് അദ്ദേഹം ഈ മരണത്തിന്റെ വഴി തെരഞ്ഞെടുത്തത്. എന്താണ് കാരണം എന്നടക്കമുള്ള അല്ലെങ്കിൽ ഏറ്റവും ഒടുവിൽ സംഭവിച്ചേക്കുന്നത് എന്തടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് പോലീസ് വളരെ വിശദമായി അന്വേഷണം നടത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഈ ഒരു വിഷയത്തിൽ 5 മാസത്തോളമായി തനിക്ക് പെൻഷൻ കിട്ടിയിട്ടില്ല, അതുമാത്രമല്ല മരുന്നിന് പോലും ക്യാഷ് ഇല്ല എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അതുമാത്രമല്ല, അനീഷ് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ പഞ്ചായത്ത് ഓഫീസിൽ ഇതിനു മുൻപ് അദ്ദേഹം പോയി പരാതി നൽകി. ഇനിയും തനിക്ക് പെൻഷൻ ലഭിച്ചില്ല എങ്കിൽ താൻ ആത്മഹത്യ ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞത് മുഖവിലേക്ക് എടുക്കാതെ നമുക്ക് പോവാൻ സാധിക്കില്ല. അത് മുഖ്യ തെളിവായി തന്നെ ഈ വിഷയത്തിൽ കാണേണ്ടതാണ്. ആ ഒരു പശ്ചാത്തലം ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു അധികൃതർ സർക്കാരിന്റെ ഭാഗത്തുനിന്നോ അവിടെ വീട് സന്ദർശിച്ചിരുന്നോ, എന്തെങ്കിലും ഒരു നിർദ്ദേശം ആരുടെങ്കിലും ഭാഗത്തുനിന്ന് ഇത് സംബന്ധിച്ച് ഉണ്ടായിട്ടുണ്ടോ? ക്ഷേമ പെൻഷൻ ലഭിക്കാത്തതിനെ തുടർന്ന് കോഴിക്കോട് ചക്കിട്ടപ്പാറയിൽ ആത്മഹത്യ ചെയ്ത ഭിന്നശേഷിക്കാരനായ ജോസഫിന്റെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം. ആത്മഹത്യയിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. MS അനീഷ് കുമാർ ഉള്ളത് ചക്കിട്ടപ്പാറയിലുള്ള ജോസഫിന്റെ വീട്ടിലാണ്. അവിടെ നിന്നുള്ള വിശദാംശങ്ങളാണ് അദ്ദേഹം നൽകിക്കൊണ്ടിരിക്കുന്നത്. ഈ വിഷയത്തിൽ വലിയ പ്രതിഷേധമാണുള്ളത്. ഇതിനു മുൻപ് ജോസഫ് പഞ്ചായത്ത് ഓഫീസിൽ തനിക്ക് പെൻഷൻ ലഭിക്കുന്നില്ല എന്നും കൃത്യമായി പെൻഷൻ ലഭിച്ചില്ല എന്നെങ്കിൽ ആത്മഹത്യ മാത്രമേ തനിക്ക് വഴിയുള്ളൂ എന്നും അദ്ദേഹം പഞ്ചായത്ത് ഓഫീസിൽ പോയി മുന്നറിയിപ്പ് നൽകിയിരുന്നു. പക്ഷേ ഒരു ഇടപെടൽ അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല. അതേ സമയത്ത് പോലും പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നത് യാതൊരു തരത്തിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടും ജോസഫിന് ഇല്ല എന്നാണ്. അദ്ദേഹത്തിന് വീട്ടിലേക്കുള്ള വഴി നൽകി, തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജീവനോപാധി കണ്ടെത്തി നൽകി എന്നൊക്കെയുള്ള ന്യായീകരണങ്ങൾ പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായി നടക്കുന്നുണ്ട്. പക്ഷെ അപ്പോൾ പോലും താൻ ആത്മഹത്യ ചെയ്യും, തനിക്ക് ജീവിക്കാൻ വേറെ മാർഗമില്ല, 5 മാസമായി പെൻഷൻ മുടങ്ങിയിട്ട് എന്ന് ജോസഫ് പറയുന്നു. അദ്ദേഹത്തിന്റെ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നു. അദ്ദേഹം ഇതിനു മുൻപ് പഞ്ചായത്തിൽ നൽകിയ പരാതിയിൽ കൃത്യമായി പറയുന്നു. എന്തായാലും ഒരു മുഴം കയറിൽ അദ്ദേഹത്തിന്റെ വീടിന്റെ ഉമ്മറത്ത് ജീവൻ ഒടുക്കേണ്ട അവസ്ഥയാണുള്ളത്. MS അനീഷ് കുമാർ തുടരുന്നു എന്ന് മനസ്സിലാക്കുന്നു. അനീഷ്, നമ്മൾ ഈ ഒരു വിഷയം പരിശോധിക്കുമ്പോൾ മറിയക്കുട്ടി ചേട്ടത്തെയും കൂടി പറയേണ്ടതുണ്ട്. അവർ അവരുടെ ആർജവത്തിലെ പുറത്ത് ഈ വിഷയത്തിനെതിരെ ശക്തമായി പ്രതിഷേധിച്ചു, സർക്കാരിനെതിരെ പ്രതിഷേധിച്ചു. പക്ഷേ അത്തരത്തിലൊരു ആർജവം ഒരുപക്ഷെ ഈ ചേട്ടന് ഉണ്ടായിരിക്കില്ല. അതുകൊണ്ടായിരിക്കും അദ്ദേഹത്തിന് ജീവൻ ഒടുക്കേണ്ടി വന്നത്. ഒരു ജോസഫ് മാത്രമല്ല, ഒരു പക്ഷേ അനേകം ജോസഫുമാർ പ്രതിനിധിയായിരിക്കാം അദ്ദേഹം. ഇനിയും എത്ര ജോസഫുമാർ ഉണ്ടാകും ഇങ്ങനെ ഇത്തരത്തിലുള്ള പെൻഷൻ ലഭിക്കാതെ പോവുകയാണെങ്കിൽ എന്നുള്ളൊരു ചോദ്യം ബാക്കിയാണ്. കാരണം ഒരു പെൻഷനെ മാത്രം ആശ്രയിച്ചായിരിക്കും, ഇദ്ദേഹം ഭിന്നശേഷിക്കാരൻ കൂടിയാണ്, അത് നമ്മൾ എടുത്ത് സൂചിപ്പിക്കേണ്ട കാര്യം. ഒരു പെൻഷനെ മാത്രം ആശ്രയിച്ചായിരിക്കാം ഒരു പക്ഷേ ഇദ്ദേഹത്തിൻ്റെയൊക്കെ ജീവിതം മുന്നോട്ട് പോകുന്നത്.
തീർച്ചയായും ഈ കേരളത്തിലെ ഈ പെൻഷൻ വാങ്ങുന്ന വയോധികരായ ആളുകൾ അല്ലെങ്കിൽ ഭിന്നശേഷിയായ ആളുകൾ അവരുടെ പ്രധാന വരുമാന മാർഗമായി പലപ്പോഴും കണക്കാക്കുന്നത് ഈ പെൻഷനെ തന്നെയാണ്. മരുന്ന് വാങ്ങുന്നതിനും മറ്റ് അവശ്യ കാര്യങ്ങൾക്കും മറ്റുമൊക്കെയായി പലപ്പോഴും പെൻഷൻ ഉപയോഗിക്കുന്ന സാഹചര്യവുമുണ്ട്. എന്നാൽ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി തന്നെ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വിതരണം താറുമാറായി കിടക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. സംസ്ഥാന സർക്കാരിന് അതിന് നിരവധി കാരണങ്ങൾ നിരത്താനുണ്ട്. കേന്ദ്ര സർക്കാരിൽ നിന്നും അർഹമായ വിഹിതം ലഭിക്കുന്നില്ല. കേന്ദ്രത്തിൽ നിന്നുള്ള ആ വിഹിതം സംസ്ഥാനത്തിന് വെട്ടിച്ചുരുക്കിയിരുന്നു എന്നടക്കമുള്ള പല കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോഴും എന്തൊക്കെ കാര്യങ്ങൾക്കാണ് സർക്കാർ മുൻഗണന നൽകേണ്ടത് എന്ന ചോദ്യം തന്നെയാണ് ഇക്കാര്യത്തിൽ പ്രസക്തമാവുന്നത്. കാരണം മറിയക്കുട്ടിയുമായുള്ള നിയമ പോരാട്ടം, മറിയക്കുട്ടി സർക്കാരിനെതിരെ നടത്തിയ നിയമ പോരാട്ടത്തിലും മറ്റുമൊക്കെ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും സർക്കാരിനെതിരെ ചോദിച്ച ചോദ്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും. ഇത്തരമൊരു സാഹചര്യത്തിൽ തന്നെയാണ് ഈ സർക്കാരിന്റെ അഭിമാന പദ്ധതിയായി തന്നെ വിശേഷിപ്പിക്കാമായിരുന്നത്. അല്ലെങ്കിൽ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുന്നു. ആ വർദ്ധിപ്പിച്ച ക്ഷേമ പെൻഷൻ രാജ്യത്തെ ഏറ്റവും കൃത്യമായി ലഭിക്കുന്ന ഒരിടം കേരളമായിരുന്നു. കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലത്ത് കൃത്യമായി തന്നെ പെൻഷൻ ലഭിക്കുന്നില്ലായിരുന്നു എന്നതടക്കമുള്ളവയാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തും LDF ഉയർത്തിക്കാട്ടിയത്. എന്നാൽ അത് മുടങ്ങുമ്പോൾ സ്വാഭാവികമായി തന്നെ ജനങ്ങളുടെ ഭാഗത്തുനിന്നും പ്രതിഷേധം ഉയരും എന്നത് വാസ്തവമാണ്. എന്തായാലും ഇത്തരമൊരു പ്രതിഷേധം ഉണ്ട്, അല്ലെങ്കിൽ ജനങ്ങൾക്ക് കിട്ടാത്തിൽ പ്രതിഷേധമുണ്ട് എന്ന് മുൻ ധനമന്ത്രി തോമസ് ഐസക് അടക്കമുള്ള ആളുകൾ പരസ്യമായി സംബന്ധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ആത്മഹത്യ ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ സാമ്പത്തിക ചുറ്റുപാടുകൾ ഉണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഈ കാർഷിക ആദായം ലഭിക്കുന്ന സാമഗ്രികളുണ്ട് എന്നൊക്കെ ആണ് എന്ന് വാദിക്കുമ്പോഴും വാദങ്ങൾ പഞ്ചായത്ത് ഉയർത്തുമ്പോൾ അനീഷ് കുമാർ ഇപ്പോൾ ഉള്ളത് അദ്ദേഹത്തിന്റെ വീട്ടിലാണ്. അനീഷിന് എന്താണ് തോന്നുന്നത് ആ വീട്, ആ പശ്ചാത്തലം ഒക്കെ കണ്ടിട്ട്? അനീഷ് കേൾക്കാമോ? കേൾക്കാം. ചോദ്യം ആവർത്തിക്കുമോ? അനീഷ, ഇപ്പോൾ ഇത്തരത്തിൽ അദ്ദേഹത്തിന് സാമ്പത്തിക ബുദ്ധിമുട്ടില്ല, വീട്ടിലേക്കുള്ള വഴി പഞ്ചായത്ത് നൽകിയിട്ടുണ്ട്, തുടർന്നുള്ള ഒരുപാട് വാദങ്ങൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മളോട് തന്നെ ഇന്നലെ അത് കാര്യം പ്രതികരിച്ചിരുന്നു. അനീഷിന് ആ ഒരു പശ്ചാത്തലം, അവിടുത്തെ ഒരു സാഹചര്യം കണ്ടിട്ട് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? അദ്ദേഹത്തിന് ജീവിക്കാൻ പര്യാപ്തമായ ഏതാണ്ട് സാഹചര്യങ്ങളുണ്ട് എന്ന് തന്നെയാണ് നാട്ടുകാരും പഞ്ചായത്ത് അധികൃതരുമൊക്കെ പറയുന്നത്. കാരണം ഈ തെങ്ങ്, റബ്ബർ തുടങ്ങിയ നിരവധി കൃഷി, അതായത് താമസിക്കുന്ന സ്ഥലം തന്നെ 50 സെന്റ് സ്ഥലത്താണ് താമസിക്കുന്നത്. 50 സെന്റ് സ്ഥലത്തിന് അദ്ദേഹത്തിന് പട്ടയം ലഭിച്ചു എന്ന് പറയുന്നു. ഏതാണ്ട് ഈ വീടിനോട് ചേർന്ന് 1 ഏക്കർ സ്ഥലവും കുടിയേറ്റ ഭൂമി എന്ന രീതിയിൽ പട്ടയമില്ലാത്ത രീതിയിൽ അദ്ദേഹത്തിന് ഉണ്ട് എന്നും പറയുന്നു. പക്ഷേ നമ്മൾ ഒറ്റ നോട്ടത്തിൽ കാര്യമായ ഒരു ആദായം ലഭിക്കുന്ന ഒരിടമായി, കൃത്യമായി അതിനെ പരിപാലിക്കുന്ന ഒരിടമായി കാണുന്നില്ല. തെങ്ങും മറ്റുമൊക്കെ ഉണ്ടെങ്കിൽ പോലും പുറത്ത് റബ്ബർ റീപ്ലാന്റ് ചെയ്തിട്ടൊക്കെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ പ്രത്യക്ഷമായി വരുമാനം ലഭിക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ നമുക്ക് ഇപ്പോഴും കൃത്യമായി പറയാൻ കഴിയുന്നില്ല. എന്തായാലും അദ്ദേഹത്തിന്റെ വരുമാനമുണ്ട് എന്ന് പറയുമ്പോഴും അദ്ദേഹത്തെ അതിദരിദ്രരുടെ പട്ടികയിലാണ് ഈ പഞ്ചായത്ത് പെടുത്തിയിരിക്കുന്നത്. അതിനനുസരിച്ചുള്ള ഭക്ഷ്യധാന്യങ്ങളും മറ്റുമൊക്കെ അദ്ദേഹത്തിന് കിട്ടുന്നുണ്ട് എന്നാണ് ഇന്നലെ പഞ്ചായത്ത് പ്രസിഡന്റ് K. സുനിൽ പറഞ്ഞത്. ഒപ്പം അദ്ദേഹത്തിന് ഈ തൊഴിലുറപ്പ് പദ്ധതി പോലെ ദാരിദ്ര്യ ലഘൂകരണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ പുരയിടത്തിൽ തന്നെ ജോലി ചെയ്ത് ശമ്പളം ലഭിക്കുന്ന തരത്തിലുള്ള ഏതാണ്ട് 100ഓളം അടുത്ത് തൊഴിൽ ദിനങ്ങൾ അദ്ദേഹത്തിന് അടുത്തിടെ ലഭിച്ചിരുന്നു. അതിന്റെ വരുമാന മാർഗവും ആ പണവും പഞ്ചായത്തിൽ നിന്ന് ലഭിച്ചു എന്ന് പറയുകയും ചെയ്യുന്നു. പക്ഷേ ഇതിന് ഒരു നേരത്തെ ചിലരൊക്കെ അഭിപ്രായപ്പെട്ട പോലെ ഒരാളുടെ വ്യക്തിപരമായ കാര്യത്തിൽ ഉപരി ഒരു സാമൂഹിക കാരണം, ഈ പെൻഷൻ നൽകാതിരിക്കുന്നത് അല്ലെങ്കിൽ പെൻഷൻ ലഭിക്കാതിരിക്കുന്നത് ഒരു സാമൂഹിക കാരണം എന്ന രീതിയിൽ അദ്ദേഹം കരുതിയിരിക്കാം എന്ന് നമുക്ക് പറയാൻ കഴിയും. കാരണം നേരത്തെ മുതൽ തന്നെ പോരാട്ടങ്ങൾ നിരന്തരം ഇത്തരത്തിൽ നടത്തിയ ഒരാൾ ആണെന്നും അദ്ദേഹത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നു. കാരണം നേരത്തെ സ്ഥലത്തിന് പട്ടയം ലഭിക്കാത്ത സാഹചര്യം വന്നപ്പോൾ കളക്ട്രേറ്റിൽ പോയി മണ്ണെണ്ണ ഒഴിച്ച് ആത്മഹത്യ ചെയ്യും എന്ന് ഭീഷണിപ്പെടുത്തി ആ പട്ടയം പോരാട്ടത്തിലൂടെ നേടിയെടുത്തു എന്നാണ് അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത്തരമൊരു സാഹചര്യത്തിൽ തന്നെയാണ് അദ്ദേഹം പഞ്ചായത്ത് അധികൃതർക്ക് കത്തെഴുതിയത്. ആ കത്ത്
നടപടി ഉണ്ടാവാത്ത ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ അദ്ദേഹം മരണത്തിന്റെ വഴി തെരഞ്ഞെടുത്തെന്നും വേണം നമുക്ക് കരുതാൻ. എന്തായാലും അങ്ങേയറ്റം വിജനമായ ഒരു മേഖലയാണ്. പോരാട്ടമാക്കുകയായിരുന്നു ഒരു ജോസഫ് മാത്രമല്ല, ഇനി ഇത്തരത്തിൽ മറ്റൊരു ജോസഫ് ഉണ്ടാവാതിരിക്കാൻ ഉള്ളൊരു തീരുമാനത്തിന്റെ പുറത്തായിരിക്കാമോ അദ്ദേഹം ജീവൻ ഒടുക്കിയത്? ചെയ്ത കാര്യങ്ങൾ ചെയ്തതായിട്ട് പറഞ്ഞില്ല. നിങ്ങളിവിടെ ഇല്ല നിങ്ങളിവിടെ ഒരു പരിപാടി നടത്തുക നിങ്ങൾ ഇത്ര നേരം പറഞ്ഞു ലൈവായിട്ട് പോയിക്കോട്ടെ. അതല്ല അനീഷ് കേൾക്കുന്നുണ്ടോ? ശരി, എന്തായാലും ക്ഷേമ പെൻഷൻ ലഭിക്കാത്തതിനെ തുടർന്ന് കോഴിക്കോട് ചക്കിട്ടപ്പാറയിൽ ആത്മഹത്യ ചെയ്ത ഭിന്നശേഷിക്കാരനായ ജോസഫിന്റെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം. ആത്മഹത്യയിൽ വലിയ പ്രതിഷേധം ആണ് ഉയരുന്നത്. MS അനീഷ് കുമാറാണ് ചക്കിട്ടപ്പാറയിലെ ജോസഫിന്റെ വീട്ടിൽ നിന്നും വിശദാംശങ്ങൾ പങ്കുവച്ചത്. മലപ്പുറത്ത് മദ്യപിച്ച് വാഹനമോടിച്ച ASI കാറിലിടിച്ച ശേഷം നിർത്താതെ പോയ പോലീസ് വാഹനം നാട്ടുകാർ പിടികൂടി പോലീസിനെ ഏൽപ്പിച്ചു. മലപ്പുറം സ്റ്റേഷനിലെ ASI ഗോപി മോഹനെതിരെ കേസുണ്ട്. CV അനുമോദ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരും. അനുമോദ്, വാഹനം ഓടിച്ചത് ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. വാഹനം നിർത്താതെ പോവുകയും ചെയ്തു അദ്ദേഹം. അത് മാത്രമല്ല, പക്ഷേ ഈ വാഹനം നാട്ടുകാർ പിടികൂടി എന്നുള്ളതും ശ്രദ്ധേയമാണ്. എന്ന് പിടികൂടി പോലീസിനെ ഏൽപ്പിക്കുകയും ചെയ്തു, അല്ലേ? ഭവ്യ, ഇന്നലെ രാത്രിയാണ് ഈ സംഭവം നടക്കുന്നത്. ഇപ്പോൾ പോലീസ് പിടിയിലായ അല്ലെങ്കിൽ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്ന മലപ്പുറം സ്റ്റേഷനിലെ ഗോപി മോഹനൻ മലപ്പുറം CIയുടെ ഡ്രൈവറാണ്. CI അവധിയിലാണ്. വാഹനത്തിന് അറ്റകുറ്റപ്പണി ഉണ്ടായിരുന്നു. തുടർന്ന് തിരൂർക്കാട് നിന്നും വാഹനം അറ്റകുറ്റപ്പണി കഴിഞ്ഞ് മലപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നതിനിടെയാണ് അത് മറ്റൊരു വാഹനത്തിൽ തട്ടുകയും തുടർന്ന് നാട്ടുകാർ ഇടപെടുകയും ചെയ്തത്. നാട്ടുകാർ ഇദ്ദേഹത്തെ തടഞ്ഞു വെച്ച് ചോദ്യം ചെയ്തു. അയാൾ മദ്യപിച്ച് ലക്കുകെട്ട നിലയിലായിരുന്നു. അതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നു. പിന്നീട് മലപ്പുറം SPയെ നാട്ടുകാർ വിവരമറിയിക്കുകയും ഈ സംഭവം നടന്നത് മങ്കട പോലീസ് സ്റ്റേഷൻ പരിധിയിലായതുകൊണ്ട് തന്നെ മങ്കട പോലീസ് സ്റ്റേഷനിലേക്ക് ഇയാളെ കൊണ്ടുപോവുകയും ചെയ്തു. ഇയാൾക്കെതിരെ മദ്യപിച്ച് വണ്ടി ഓടിച്ചതിനും അലക്ഷ്യമായി വണ്ടി ഓടിച്ചതിനും കേസെടുത്തിട്ടുണ്ട്. ഇയാളുടെ വാഹനം ഒരു കാറിൽ തട്ടിയിരുന്നു. കാർ ഉടമകൾക്ക് പരാതിയില്ലാത്തതിനാൽ അതിന് കേസെടുക്കുകയോ മറ്റു നടപടികൾ എടുക്കുകയോ ചെയ്തിട്ടില്ല. എന്താണെങ്കിലും പോലീസ് ഡ്രൈവർ മദ്യപിച്ച് ലക്കുകെട്ട് വാഹനം ഓടിച്ച് നാട്ടുകാർ തടഞ്ഞു വെച്ചതിന്റെ ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചു. ശരി, അനുമോദ ദയവായി തുടരുക. നമുക്ക് ആ ദൃശ്യങ്ങൾ ഒന്ന് കണ്ടുവരാം. വണ്ടി ഒന്ന് മാറ്റി വണ്ടി തട്ടലും മുട്ടലൊക്കെ നിങ്ങൾ അതിന്റെ ഇറങ്ങി വണ്ടിന്ന് ഇറങ്ങി മണ്ണടിച്ചങ്ങാണ്ട് കൊടുക്കാൻ പറ്റില്ല. ആൾക്കാർ മണക്കുണ്ടോ? മണക്കണുണ്ടോ? ഞാൻ എടുക്ക പോണൂന്ന് ഇറങ്ങി ഇറങ്ങി സാറേ ഇറങ്ങി സാറേ ഇറങ്ങി. നിങ്ങളെ പേരെന്തേലും? ഇങ്ങനെ പോകാൻ പറ്റില്ല. സാറ് വണ്ടിന്ന് ഇറങ്ങി. സാറ് വണ്ടിന്ന് ഇറങ്ങി. ചാവി അമ്മടുത്താ പോകുന്നില്ല. വണ്ടിന്ന് ഇറങ്ങി. ഞാൻ വണ്ടി വണ്ടിയിൽ ഇറങ്ങും. ഞാനേ ഇക്കിപ്പോ അരമണിക്കൂർ മുന്നേ ഈ വണ്ടി എടുത്ത് കൊണ്ടുപോകാൻ നിങ്ങൾ ആരെടുത്ത് കൊണ്ടുപോകും? ഈ കണ്ടീഷനിൽ സാറ് വണ്ടി എടുത്തോണ്ട് പോവോ? ഞങ്ങൾ ഞഞ്ഞത്തോടെ കയറ്റി കൊണ്ടുവരും. നിങ്ങളൊരു ഡ്യൂട്ടി ഇല്ല. സാറെ പേരെന്താ? നിങ്ങളെ പേരെന്താ? എന്താ ഡ്യൂട്ടി നമുക്ക് അന്വേഷിക്കാമല്ലോ. നിങ്ങളെ പേര് പറയും. ഇതേ സ്റ്റേഷനിൽ വേണ്ടിയാ? മങ്കടത്തല്ല. മങ്കടത്തല്ല മലപ്പുറം എസ് പി കുറിച്ചാൽ തീരുമാനപ്പെടുണ്ടാവും. ഇതെങ്ങനെ അറിഞ്ഞു സാറ്? എസ്പിന്റെ ഡയറക്റ്റ് നമ്പറുണ്ട്. വിളിച്ചു പറയാം. നമുക്കറിയില്ലേ വണ്ടി ആളുങ്ങൾ മാറി കൊടുത്ത അതിൽ പാടുവോ? വണ്ടി ആ വണ്ടി അതിലും കൂടെ അവിടെ തന്നെ വേണ്ടേ? ഡോറടിച്ചാണ് അതിൽ വിട്ടാൽ മതി. അയാളെ കൊണ്ട് ഞാൻ വണ്ടി വരുന്നത് ഇയാളൊക്കെ നിശ്ചയിച്ചാൽ പോലീസുകാർ ഇയാൾക്ക് അടിച്ച് നിർത്താനാണ്. വണ്ടി CV അനുമോദ് വാർത്തയുടെ വിവരങ്ങളുമായി തുടരുന്നുണ്ട്. അനുമോദ്,
ASIയെ നാട്ടുകാർ പൊക്കിയല്ലേ? ആ ഒരു ദൃശ്യങ്ങൾ തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവ്. ഇദ്ദേഹം മലപ്പുറം CIയുടെ ഡ്രൈവറാണ്. CI അവധിയിലാണ്, വാഹനം സർവീസിലുമായിരുന്നു. അപ്പോൾ ആ സർവീസിലായിരുന്ന വാഹനം തിരിച്ചു കൊണ്ടുവരുന്നതിനിടെയാണ് ഈ സംഭവങ്ങൾ ഉണ്ടാകുന്നത്. അദ്ദേഹം വാഹനവുമായി വരുന്ന വഴിക്ക് ഒരു കാറുമായി ചെറിയ ആക്സിഡന്റ് ഉണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷവും ഈ വാഹനം മുന്നോട്ട് പോയി. തുടർന്നാണ് നാട്ടുകാർ ഇത് വഴിയിൽ തടഞ്ഞു വെച്ചതും തുടർന്ന് പോലീസിനെ, മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയെ വിവരം അറിയിക്കുകയും ചെയ്തു. മങ്കട പോലീസ് സ്റ്റേഷൻ പരിധിയിലായിരുന്നു ഈ സംഭവം ഉണ്ടായത് എന്നതുകൊണ്ട് തന്നെ മങ്കട സ്റ്റേഷനിലേക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് ഇയാളെ കൊണ്ടുപോവുകയും ഇയാൾക്കെതിരെ അശ്രദ്ധമായി വണ്ടി ഓടിച്ചതിനും മദ്യപിച്ച് വണ്ടി ഓടിച്ചതിനുമാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. നേരത്തെ അദ്ദേഹത്തിന്റെ വാഹനം തട്ടിയ ഒരു റിഡ്സ് കാറിനായിട്ടാണ് ആക്സിഡന്റ് ഉണ്ടായിരുന്നത്. ആ ഒരു കാറുടമ ഇദ്ദേഹത്തിനെതിരെ പരാതി തന്നിട്ടില്ല. ഇവർ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ കസ്റ്റഡിയിലുള്ള ഗോപി മോഹനന്റെ പരിചയത്തിലുള്ളവർ തന്നെയാണ്. ആ കാറിലുണ്ടായിരുന്നത് കൊണ്ട് തന്നെ അതുമായി ഒരു പരാതി ലഭിച്ചിട്ടില്ല. പക്ഷെ അലക്ഷ്യമായി വണ്ടി ഓടിച്ചതിനും മദ്യപിച്ച് വണ്ടി ഓടിച്ചതിനുമാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. നിലവിൽ മങ്കട സ്റ്റേഷനിൽ തന്നെയാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥനുള്ളത്. അയാളെ കൊണ്ട് വണ്ടി നിയമം കൃത്യമായി പാലിപ്പിക്കേണ്ട ഉദ്യോഗസ്ഥന്റെ അവസ്ഥ ആ ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാരിൽ ഒരു വിഭാഗം ഇന്ന് പണിമുടക്കും. പ്രതിപക്ഷ സംഘടനകളുടെ നേതൃത്വത്തിലാണ് പണിമുടക്ക്. 6 ഗഡു DA അനുവദിക്കുക, ലീവ് സറണ്ടർ പുനഃസ്ഥാപിക്കുക, ശമ്പള പരിഷ്കരണ കുടിശ്ശിക അനുവദിക്കുക, മെഡിസം അപാകതകൾ പരിഹരിക്കുക, വിലക്കയറ്റം തടയുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക്. സെക്രട്ടേറിയറ്റ് ജീവനക്കാരും പണിമുടക്കിൽ പങ്കെടുക്കുമെന്ന് കോൺഗ്രസ് അനുകൂല സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൌൺസിൽ അറിയിച്ചു. അതേസമയം പണിമുടക്കിൽ പങ്കെടുക്കുന്ന ജീവനക്കാർക്ക് സർക്കാർ ഡയസ് നോൺ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അധ്യാപകർ ഉൾപ്പെടെയുള്ള ജീവനക്കാർക്ക് അടിയന്തര ഘട്ടത്തിൽ അല്ലാതെ അവധി അനുവദിക്കരുതെന്ന് ചീഫ് സെക്രട്ടറി പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നുമുണ്ട്. ഇടുക്കി ചതുരംഗപ്പാറ വില്ലേജിലെ സർക്കാർ ഭൂമിയിൽ അനധികൃത പാറ ഖനനം നടന്ന സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി വിജിലൻസ്. സർക്കാരിന് 1 കോടിയിലധികം രൂപയുടെ നഷ്ടം ഉണ്ടായെന്നാണ് വിജിലൻസിന്റെ പ്രാഥമിക വിലയിരുത്തൽ. സംഭവത്തിൽ ഉടുമ്പൻചോല താലൂക്ക് ഓഫീസിൽ വിജിലൻസ് സംഘം പ്രാഥമിക പരിശോധനകൾ നടത്തി. ഉടുമ്പൻചോല താലൂക്കിലെ പാപ്പൻപാറ, സുബ്ബൻപാറ എന്നിവിടങ്ങളിലാണ് അനധികൃത പാറ ഖനനം നടന്നത്. ദേവികുളം സ്വദേശി നൽകിയ പരാതിയെ തുടർന്ന് കോട്ടയം വിജിലൻസ് യൂണിറ്റ് നടത്തിയ പരിശോധനയിലാണ് കണ്ടെത്തൽ. മുൻപ് നടത്തിയ അന്വേഷണത്തിൽ പാറ പൊട്ടിച്ച് കടത്തിയതിന് മൂവാറ്റുപുഴ സ്വദേശികൾക്കെതിരെ 12 ലക്ഷം രൂപ പിഴയിട്ടിരുന്നു. വീണ്ടും അനധികൃത പാറ ഖനനം ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ തുടരുകയായിരുന്നുവെന്നും വിജിലൻസ് കണ്ടെത്തി. റോയൽറ്റി ഇനത്തിൽ 1 കോടി രൂപയെങ്കിലും സർക്കാരിന് നഷ്ടമായെന്നാണ് പ്രാഥമിക കണ്ടെത്തൽ. തുടരന്വേഷണത്തിന്റെ ഭാഗമായി നെടുങ്കണ്ടം ഉടുമ്പൻചോല താലൂക്ക് ഓഫീസിൽ വിജിലൻസ് പ്രാഥമിക പരിശോധനകൾ നടത്തി. ഭൂപതിവ് തഹസീൽദാരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചു. വരും ദിവസങ്ങളിൽ കൂടുതൽ ഉദ്യോഗസ്ഥരിലേക്ക് അന്വേഷണം നീളുമെന്നാണ് സൂചന. ന്യൂസ് 18 ഇടുക്കി. തലസ്ഥാന നഗരിയിലെ റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടാൻ ഇത്തവണ ഇടുക്കിയുടെ രുചിച്ചേരുവകളുമുണ്ട്. വനിതാ സംരംഭ കൂട്ടായ്മയായ നെടുങ്കണ്ടം ലക്ഷ്മി സ്പൈസസ് ആണ് തനത് ഉൽപ്പന്നങ്ങളുമായി ഡൽഹിയിലെ കർത്തവ്യപഥിൽ സ്റ്റാൾ ഒരുക്കുന്നത്. കേരളത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ഏക യൂണിറ്റാണ് ലക്ഷ്മി സ്പൈസസ്. ഇടുക്കിയുടെ തനത് സുഗന്ധവ്യഞ്ജനങ്ങളും അച്ചാറുകളും വിവിധ ഇനം പലഹാരങ്ങളും ശുദ്ധമായ വെളിച്ചെണ്ണയും ഉൾപ്പെടെയുള്ള വിവിധ ഉൽപ്പന്നങ്ങളുമായാണ് ലക്ഷ്മി സ്പൈസസ് ഡൽഹിയിലേക്ക് പോയിരിക്കുന്നത്. കർത്തവ്യപഥിലെ ക്രാഫ്റ്റ് ബസാറിൽ 31 വരെയാണ് റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായുള്ള സ്റ്റാളുകൾ പ്രവർത്തിക്കുക. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഫുഡ് കോർട്ടുകൾക്ക് പുറമെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട 12 സംരംഭക കൂട്ടായ്മകളുടെ ഉൽപ്പന്നങ്ങളും ഇവിടെ ഉണ്ടാകും. കേരളത്തിന്റെ പ്രതിനിധിയായി ലക്ഷ്മി സ്പൈസസും. ഞങ്ങൾ ഇപ്പോഴ് സ്ഥിരമായിട്ട് 4 വനിതകളും എന്നെ കൂടാതെ 4 വനിതകളും ഒരു പുരുഷനും ഉണ്ട്. പിന്നെ ഞാൻ എൻ്റെ വീട്ടിലുള്ള ആളുകളൊക്കെ വന്ന് സഹകരിക്കുന്നുണ്ട്. നല്ല രീതിയിൽ പോകുന്നു. കാരണം അവർ തന്നെയാണ് ഇവിടെ ഈ മില്ലെല്ലാം പ്രവർത്തിപ്പിക്കുന്നതും ചക്ക് പ്രവർത്തിപ്പിക്കുന്നതും എല്ലാം ഉണങ്ങുന്നതും പൊടിക്കുന്നതും വറക്കുന്നതും എല്ലാം ഈ വനിതകൾ തന്നെയാണ്. പിന്നെ ഇപ്പോൾ ഈ കോഫി ബാർ തുടങ്ങിയത് കൊണ്ടാണ് ഈ പുരുഷനായിട്ടുള്ള ഒരാൾ അദ്ദേഹം നല്ല രീതിയിൽ ഭക്ഷണം ഉണ്ടാക്കും. അതും നല്ല ഡിമാൻഡോടുകൂടി പോകുന്നു. നമ്മുടെ പിജിക്കൊക്കെ ഭയങ്കര ഫേമസ് ആവിടെ. 2004 5 വനിതകളുടെ കൂട്ടായ്മയിൽ അച്ചാർ നിർമ്മാണ യൂണിറ്റായിരുന്നു ലക്ഷ്മി സ്പൈസസ് ആരംഭിച്ചത്. തുടക്കകാലം മുതൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന എക്സിബിഷനുകളിൽ ഇവർ പങ്കെടുത്തിട്ടുണ്ട്. നിലവിൽ ധാന്യപ്പൊടികളും മിക്സ്ചറുകളും പലഹാരങ്ങളും അച്ചാറുകളും ഉൾപ്പെടെ വിവിധ ഇനം ഉൽപ്പന്നങ്ങൾ ഇവർ തയ്യാറാക്കുന്നു.
കർഷകരിൽ നിന്നും നേരിട്ട് ശേഖരിക്കുന്ന ഉൽപ്പന്നങ്ങൾ മൂല്യവർദ്ധിത വസ്തുക്കളാക്കിയും വിപണിയിലെത്തിക്കുന്നു. അത് റെഡ് ഫോർട്ടിന്റെ ഫ്രണ്ട് വശത്തായിട്ട് ഗ്യാൻ ഭവൻ എന്നും പറഞ്ഞ് സംവിധാനങ്ങളുണ്ട്, ബിൽഡിങ്ങുകളും സംവിധാനങ്ങളും ഉണ്ട്. അവിടെയാണ് ഈ പരിപാടി നടക്കുന്നതെന്നാണ് നമുക്ക് ലെറ്റർ കിട്ടിയതിനകത്തുനിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ അവിടെ ഫുഡ് കോർട്ടുകളും എല്ലാ സംസ്ഥാനത്തിൻ്റെ ഫുഡ് കോർട്ടുകളും ഉണ്ടാവും. അതുപോലെ തന്നെ ഈ പ്രാവശ്യം മാത്രം തിരഞ്ഞെടുക്കപ്പെട്ട 12 ഗ്രൂപ്പുകളുടെ ഉൽപ്പന്നങ്ങൾ, അതിലൊന്ന് കേരളം, ബാക്കിയുള്ളതെല്ലാം ജാർഖണ്ഡ്, ജമ്മു കാശ്മീർ, മഹാരാഷ്ട്ര അങ്ങനെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നാണ്. അപ്പോൾ അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളുടെ ഉൽപ്പന്നങ്ങളോടെ വിറ്റഴിക്കാനുള്ള വിപണി പ്രദർശനവും വിപണനവും ക്രാഫ്റ്റ് ബസാർ എന്നാണ് അറിയപ്പെടുന്നതിന് ഈ മേളയ്ക്ക്. രുചിച്ചേരുവകൾ വിപണിയിലെത്തിക്കുന്നതിനൊപ്പം നിരവധി പേർക്ക് തൊഴിലും നൽകുന്നുണ്ട് ഈ വനിതാ സംരംഭ കൂട്ടായ്മ. ഓണമടക്കമുള്ള ഉത്സവ സീസണുകളിൽ 30-ലധികം പേർക്കാണ് ഈ കൂട്ടായ്മയിലൂടെ തൊഴിൽ ലഭിക്കുന്നത്. ന്യൂസ് 18 ഇടുക്കി. റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയാവാനുള്ള രണ്ടാം തെരഞ്ഞെടുപ്പിൽ US മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് വിജയം. ന്യൂ ഹാംഷെയർ റിപ്പബ്ലിക്കൻ പ്രൈമറിയിലാണ് ട്രംപ് വിജയിച്ചത്. എതിരാളിയായ നിക്കി ഹാലെയാണ് ട്രംപ് പരാജയപ്പെടുത്തിയത്. സുവി വിശ്വനാഥൻ വിവരങ്ങളുമായി ചേരും. സുവി, എന്തായാലും റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയാവാൻ താൻ തന്നെയാണ് കേമനെന്ന് വീണ്ടും തെളിയിക്കുകയാണ് ട്രംപിന് സാധ്യത ഏറുന്നു അല്ലേ? തീർച്ചയായും ഭവ്യ, ട്രംപിന് സാധ്യത ഏറുകയാണ്. റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയാകാനുള്ള ന്യൂ ഹാംഷെയർ പ്രൈമറിയിലാണ് ഇപ്പോൾ ട്രംപ് വിജയിച്ചിരിക്കുന്നത്. ആധികാരികമായ ഒരു വിജയമാണ് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത്. 55% വോട്ടുകളാണ് ട്രംപിന് ലഭിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ എതിരാളിയായ നിക്കി ഹാലെയ്ക്ക് വെറും 44% വോട്ടുകൾ മാത്രമാണ് ലഭിച്ചിരിക്കുന്നത്. മുഴുവൻ വോട്ടുകളും ഇതുവരെയും എണ്ണിത്തീർന്നിട്ടില്ല. അതിനു മുൻപ് തന്നെ US മാധ്യമങ്ങൾ ഇതിനോടകം തന്നെ ട്രംപ് വിജയിച്ചതായി പ്രഖ്യാപിക്കുകയായിരുന്നു. ഏതായാലും ഒരു ആധികാരിക വിജയമാണ് ട്രംപിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഏതാണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് അയോവ കോക്കസിൽ നടന്ന തെരഞ്ഞെടുപ്പിലും ട്രംപിന് വിജയം ലഭിച്ചിരുന്നു. അവിടെയും നിക്കി ഹാലെയെ തന്നെയാണ് അദ്ദേഹം പരാജയപ്പെടുത്തിയത്. മുൻ UN അംബാസിഡറാണ് നിക്കി ഹാലെ. ഇദ്ദേഹത്തിന് ഇനിയും മുന്നേറാൻ സാധിക്കും എന്നൊരു പ്രതീക്ഷ പങ്കുവയ്ക്കുന്നുണ്ട് എങ്കിൽ കൂടിയും ഇനി അത് സാധ്യമാകില്ല എന്നാണ് കരുതപ്പെടുന്നത്. ഏതായാലും ഇനി വരും ദിവസങ്ങളിൽ നെവാഡയിലും സൗത്ത് കരോലിനയിലും മത്സരങ്ങൾ നടക്കാനുണ്ട്. അതിലും ട്രംപ് വിജയിക്കും എന്നൊരു പ്രതീക്ഷയാണുള്ളത്. ഏതായാലും നവംബറിലാണ് അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് വരിക. അന്ന് ജോ ബൈഡനെതിരെ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയായി എത്തുക ട്രംപ് തന്നെയായിരിക്കും എന്ന സൂചനകളാണ് ഇതിലൂടെ ലഭ്യമാകുന്നത്. അതായത് ഈ ആധികാരിക വിജയങ്ങൾ സൂചിപ്പിക്കുന്നത് 2024 റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയായി ട്രംപ് തന്നെയായിരിക്കും എന്നുള്ള സൂചനയാണ് അല്ലെ? അതോടൊപ്പം തന്നെ ഒരു ട്രംപ് ബൈഡൻ വീണ്ടും ഒരു മത്സരത്തിന് സാക്ഷ്യം വഹിക്കും എന്ന് മനസ്സിലാക്കാം അല്ലേ? തീർച്ചയായും ട്രംപ് ബൈഡൻ മത്സരത്തിന് തന്നെ ഉള്ള ഒരു കളമൊരുക്കമാണ് ഒരുങ്ങുന്നത്. കഴിഞ്ഞ ദിവസം ഇതേ ന്യൂ ഹാംഷെയറിൽ നടന്ന ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥികളുടെ മത്സരത്തിൽ ജോ ബൈഡൻ വിജയിച്ചിരുന്നു. അതിനുശേഷം ഇപ്പോൾ ട്രംപും വിജയിച്ചിരിക്കുകയാണ്. ട്രംപിന്റെ രണ്ടാമത്തെ ഒരു വിജയമാണ് ഇത് ഉള്ളത്. ഒപ്പം തന്നെ ഇതൊരു ആധികാരികമായ വിജയം എന്ന് പറയുമ്പോൾ റിപ്പബ്ലിക്കൻ ആളുകൾ കൂടുതൽ ആയി ട്രംപിന് അനുകൂലിക്കുന്നു എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. ഏതായാലും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ 2024 US തെരഞ്ഞെടുപ്പിൽ ട്രംപ് ബൈഡൻ മത്സരം തന്നെയായിരിക്കും ഉണ്ടാകുക എന്നതിന്റെ സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ശരി, നന്ദി സുവി വിശദാംശങ്ങൾക്ക്. കേരളം കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക തട്ടിപ്പുകളിൽ ഒന്നാണ് ഹൈറിച്ച് തട്ടിപ്പ് കേസ്. 1600-ലധികം രൂപയുടെ തട്ടിപ്പ് നടന്ന കേസിൽ പോലീസിന് പുറമെ ഇഡിയും പിടിമുറുക്കുകയാണ്. ഓൺലൈൻ വ്യാപാര കമ്പനി ഹൈറിച്ചിന്റെ ഉടമയുടെ ഓഫീസിലും വീട്ടിലും ഇഡി റെയ്ഡ് നടത്തി. 100 കോടിയോളം രൂപ ഹവാല വഴി വിദേശത്തേക്ക് കടത്തിയെന്ന കേസിലായിരുന്നു റെയ്ഡിന് തൊട്ടു മുൻപാണ് കമ്പനി MD KD പ്രതാപനും ഭാര്യയും കടന്നുകളഞ്ഞതെന്നാണ് വിവരം. തൃശൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹൈറിച്ച് കമ്പനി നടത്തിയത് 1630 കോടി രൂപയുടെ തട്ടിപ്പാണെന്ന് നേരത്തെ പോലീസ് റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിരുന്നു. ഓൺലൈൻ ഷോപ്പിംഗിന്റെ മറവിൽ മണി ചെയിൻ തട്ടിപ്പാണെന്നാണ് തൃശൂർ കോടതിയിൽ പോലീസ് നൽകിയ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത്. ഇത് കേരളം കണ്ട ഏറ്റവും വലിയ മണി ചെയിൻ തട്ടിപ്പാകാൻ സാധ്യതയുണ്ടെന്നും ക്രിപ്റ്റോ കറൻസി ഇടപാടടക്കം നടത്തുന്ന അനുബന്ധ സ്ഥാപനങ്ങളും കമ്പനിക്കുണ്ടെന്നും പോലീസ് റിപ്പോർട്ടിലുണ്ടായിരുന്നു. കമ്പനി MD KD പ്രതാപന്റെ ഓഫീസിലും വീട്ടിലുമാണ് ED റെയ്ഡ് നടത്തിയത്. നിരവധി രേഖകൾ പിടിച്ചെടുത്തെന്നാണ് സൂചന. വീട്ടിലെ ED റെയ്ഡിന് തൊട്ടുമുൻപ് KD പ്രതാപൻ, ഭാര്യയും കമ്പനി സിഇഒയുമായ ശ്രീന പ്രതാപൻ, ഡ്രൈവർ ശരൺ എന്നിവർ ജീപ്പിൽ കടന്നുകളഞ്ഞു. റെയ്ഡ് വിവരം ഇവർക്ക് ചോർന്നു കിട്ടിയതായാണ് സംശയം. ഇവർക്കായി സംസ്ഥാന വ്യാപകമായി ജാഗ്രതാ നിർദ്ദേശം നൽകാൻ ED ഉദ്യോഗസ്ഥർ പോലീസിനോട് ആവശ്യപ്പെട്ടു. ഹൈറിച്ച് കമ്പനി 100 കോടി രൂപയോളം ഹവാല ഇടപാട് വഴി വിദേശത്തേക്ക് കടത്തിയെന്ന പരാതിയിലായിരുന്നു EDയുടെ പരിശോധന. വടക്കാഞ്ചേരി മുൻ MLAയും കോൺഗ്രസ് നേതാവുമായ അനിൽ അക്കരെയാണ് ഇവർക്കെതിരെ പരാതി കൊടുത്തത്.
സ്ഥാപനം 126 കോടി രൂപയുടെ നികുതി വെട്ടിപ്പ് നടത്തിയതായി നേരത്തെ GST വകുപ്പും കണ്ടെത്തിയിരുന്നു. ന്യൂസ് 18 തൃശൂർ. ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പർ നറുക്കെടുപ്പ് ഇന്ന് 20 കോടിയാണ് ഒന്നാം സമ്മാനം. രണ്ടാം സമ്മാനമായി 1 കോടി വീതം 20 പേർക്ക് ലഭിക്കും. ഉച്ചയ്ക്ക് 2 മണിക്ക് തിരുവനന്തപുരത്ത് ഗോർബി ഭവനിലാണ് നറുക്കെടുപ്പ്. 30 പേർക്ക് 10 ലക്ഷം രൂപ വീതം നൽകുന്ന മൂന്നാം സമ്മാനവും 20 പേർക്ക് 3 ലക്ഷം രൂപ വീതം നൽകുന്ന നാലാം സമ്മാനവും 20 പേർക്ക് 2 ലക്ഷം രൂപ വീതം നൽകുന്ന അഞ്ചാം സമ്മാനവും മുതൽ അവസാന 4 അക്കത്തിന് 400 രൂപ ഉറപ്പാക്കുന്ന സമ്മാനങ്ങളുമുണ്ട്. ഭാരത് ജോഡോ യാത്ര 11ാം ദിനത്തിൽ അസമിലെ ബാരപ്പെട്ട മുതൽ ഗൌരിപൂർ വരെയാണ് ഇന്നത്തെ യാത്ര നാളെ പശ്ചിമ ബംഗാളിൽ പ്രവേശിക്കും. 7 ദിവസം യാത്ര ബംഗാളിൽ പര്യടനം നടത്തും. കഴിഞ്ഞ ദിവസം യാത്രയ്ക്കിടെ ഗുവാഹത്തിക്ക് സമീപമുണ്ടായ സംഘർഷത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരെ പോലീസ് കേസെടുത്തു. KC വേണുഗോപാൽ, കനയ്യകുമാർ തുടങ്ങിയവർക്കെതിരെയും കേസുണ്ട്. പ്രകോപനമുണ്ടാക്കൽ, പൊതുമുതൽ നശിപ്പിക്കൽ, പോലീസിന് നേരെയുള്ള ആക്രമണം തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയാണ് കേസ്. ഇതോടുകൂടി പ്രഭാത കേരളത്തിന്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. പ്രേക്ഷകർ ന്യൂസ് 18-നൊപ്പം തുടരുക. കൂടുതൽ വാർത്തകൾ നിങ്ങളിലേക്ക് എത്തിയും. നമസ്കാരം. ഈ പരിപാടി ഉണ്ടല്ലോ ഏറ്റവും ശക്തം